ഇന്നേക്ക് 3-ാം ദിവസം ടാലോയിലേക്ക് കടക്കാനുള്ള വഴികൾ തുറക്കും. അവളെ എനിക്ക് തിരിച്ചു കൊണ്ടുവരണം. നിങ്ങളെല്ലാവരും എന്റെ കൂടെ നിൽക്കണം. നിങ്ങളുടെ അമ്മയെ തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾ സഹായിക്കില്ലേ? പക്ഷെ ടാലോയിലെ ആളുകൾ അങ്ങോട്ട് കടക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ ടാലോ എന്ന് പറയുന്ന ഗ്രാമമോ അവിടുത്തെ ആളുകളോ ബാക്കിയുണ്ടാവില്ല. എല്ലാം ചുട്ടരിച്ച് കളഞ്ഞ. ഇനിയൊരു പക്ഷെ അച്ഛൻ പറയുന്നത് ശരിയാണെങ്കിലും ഐ എം ട്രെവർ സ്ലൈറ്ററി, ഒരു ചെറിയ ഓസ്കാർ ലെവൽ ആക്ടർ. എന്റെ അഭിനയിക്കാനുള്ള കഴിവുകൊണ്ടാണ് ഞാൻ എപ്പോഴും ജീവനോടെ ഇരിക്കുന്നത്. ഇതാണ് മോറിസ്. ഞങ്ങൾ ഫ്രണ്ട്സാ. ടാലോയിലേക്ക് പോകാനുള്ള വഴി അറിയായിരുന്നെങ്കിൽ ഞങ്ങൾ തന്നെ എപ്പോഴേ പോയാന്. മോറിസിന് ടാലോയിലേക്ക് പോകാൻ സേഫ് ആയിട്ടുള്ള വഴി അറിയാന്നാ പറയുന്നത്. ഇപ്പൊ തന്നെ പോണെന്നാണ് മോറിസ് പറയുന്നത്. വണ്ടി എടുക്ക്, സമയമില്ല. നിങ്ങൾക്ക് ടാലോയിലേക്ക് സ്വാഗതം. ഷാങ്ചി, നിനക്ക് നിന്റെ അമ്മയുടെ അതേ മുഖച്ഛായാണ്. നിങ്ങളുടെ അച്ഛൻ സംശയിക്കുന്നത് പോലെ നിങ്ങളുടെ അമ്മ ജീവനോടെ ഇവിടെ ഇല്ല. ഞങ്ങളുടെ ഒപ്പം യുദ്ധത്തിൽ ചേർന്ന് ഞങ്ങളുടെ രക്ഷകനായ ഡ്രാഗൺ ഡ്വെല്ലറിനെയും പടയെയും ആ പിശാചുക്കളെയും തോൽപ്പിച്ചു. നിങ്ങളുടെ അമ്മയുടെ ശബ്ദത്തിൽ ഡ്വെല്ലർ നിങ്ങളുടെ അച്ഛനോട് സംസാരിക്കുകയാണ്. മോളെ, ജീവിതത്തിൽ എപ്പോഴും എന്തെങ്കിലും ഒരു ലക്ഷ്യം വേണം. എളുപ്പമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. മോൾ ഇതൊന്ന് പഠിക്കാൻ ശ്രമിക്കും. തീർച്ചയായിട്ടും സാധിക്കും. ഇവിടെ എല്ലാവരും തുല്യരാണ്. ഇനി നീ ഇങ്ങനെ ഒളിച്ചിരിക്കേണ്ട സമയമല്ല. നിനക്കും പോരാടാൻ പറ്റണം. ഇത് നിനക്ക് വേണ്ടി കരുതി വെച്ച ആയുധമാണ്. എന്റെ അച്ഛനെ തോൽപ്പിക്കാൻ എന്റെ അമ്മയ്ക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അമ്മ അതെങ്ങനെയാ ചെയ്തതെന്ന് എനിക്കറിയില്ല. അതെന്നെ പഠിപ്പിക്കൂ. നിന്റെ കുടുംബത്തിന്റെ പാരമ്പര്യം, അത് നല്ലതായാലും ചീത്തയായാലും അത് നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. നിന്റെ അച്ഛനും നിന്റെ അമ്മയും നിന്റെ ഉള്ളിൽ തന്നെയുണ്ട്. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഷാങ്ചിയുടെ അവസാനത്തെ പാർട്ടാണ്. ഇതൊരു 1.5 പാർട്ടാണ്. ഇത് മാസാണ്. പക്ഷെ ആരാണ് മാസ് കാണിക്കാൻ പോകുന്നത്? ഒരു പക്ഷെ ഷാങ്ചി ആയിരിക്കും, അല്ലെങ്കിൽ അതിനേക്കാളും അധികമായിട്ട് അവന്റെ അച്ഛൻ വെൻവു ആയിരിക്കും. അത് നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കിക്കും. എന്തായാലും കഴിഞ്ഞ പാർട്ട് ഒരു ദിവസം മുന്നാണ് ഇട്ട്. അതുകൊണ്ട് ഇന്ന് റീക്യാപ്പ് ഒന്നുമില്ല. നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. എന്റെ പേര് അമിത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂവി എക്സ്പ്ലെയിനർ. അടുത്ത സീനിൽ കാണിക്കുന്നത് വെൻവുവിനെയാണ്. വെൻവു മിക്കപ്പോഴും യിങ്ലിയുടെ ഓർമ്മയിലാണ് ഇരിക്കാറുള്ളത്. ഡ്വെല്ലർ ഇൻ ഡാർക്ക്നെസ് യിങ്ലിയുടെ ശബ്ദത്തിൽ വെൻവുവിനോട് സംസാരിക്കുന്നുണ്ടെങ്കിലും വെൻവു അത് ശരിക്കുള്ള തന്റെ ഭാര്യയാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. എന്നെ എത്രയും പെട്ടെന്ന് ഒന്ന് രക്ഷിക്കണമെന്നാണ് യിങ്ലിയുടെ ശബ്ദം വെൻവുവിനോട് പറയുന്നത്. അത് കേട്ടിട്ട് വെൻവുവിന് ഇരിപ്പുറക്കുന്നില്ല. അപ്പോഴേക്കും റേസർ ഫിസ്റ്റ് എന്ന് പറയുന്നു പോവാനുള്ള എല്ലാ ഒരുക്കങ്ങളും റെഡിയായെന്ന്. അടുത്ത ദിവസം പുലർച്ചെയാണ് ഇവർ ടാലോയിലേക്ക് പോകാനിരിക്കുന്നത്. അപ്പോഴാണ് സേഫ് ആയിട്ടുള്ള ആ പാത തുറന്നു വരും. ഈ സമയത്ത് ടാലോയിലിരുന്ന് ഷാങ്ചിയും അവന്റെ അമ്മയെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഷാങ്ചിയുടെ അമ്മ വെറുതെ മരിച്ചതായിരുന്നില്ല, യിങ്ലിയെ കൊന്നുകളഞ്ഞതാണ്. പണ്ട് ഷാങ്ചി ചെറുതായിരുന്ന സമയത്ത് അവനെ യിങ്ലി ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. ടാലോയിലെ ആയോധന വിദ്യകളൊക്കെ അവൾ തന്റെ മകന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ഒരു കൂട്ടം ആളുകൾ അങ്ങോട്ട് കയറി വരുന്നത്. വെൻവു അപ്പോ അവിടെ ഉണ്ടായിരുന്നില്ല. വെൻവുവിന്റെ ശത്രുക്കളായിട്ടുള്ള അയൺ ഗാങ് എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത്. വെൻവുവും ഇവരും തമ്മിൽ പണ്ട് മുതലേ ശത്രുക്കളാണ്. അയൺ ഗാങ്ങിന്റെ പല കേന്ദ്രങ്ങളെയും ആളുകളെയും വെൻവു തകർത്ത് കളഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ വെൻവു 10 റിങ്സ് ഒക്കെ ഊരി വെച്ച് ഒരു ഫാമിലി മാൻ ആയിട്ട് സമാധാനത്തോടെയാണ് ജീവിക്കുന്നത്. പ്രതികാരം തീർക്കാൻ ഇതാണ് പറ്റിയ സമയമെന്ന് അയൺ ഗാങ്ങിന് മനസ്സിലായി. അതിനുവേണ്ടിയിട്ടാണ് അയൺ ഗാങ്ങിന്റെ ലീഡറും കൂടെ കുറെ ആളുകളും കൂടി ഇപ്പൊ കയറി വന്നിരിക്കുന്നത്. പക്ഷെ ഇവിടെ യിങ്ലിയും മക്കളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വെൻവു പുറത്തു പോയിരിക്കുമായിരുന്നു. അയൺ ഗാങ്ങിന്റെ ലീഡർ പറയാൻ തുടങ്ങി, വെൻവു ഞങ്ങൾ തമ്മിൽ പണ്ട് മുതലേ ശത്രുക്കളാണ്. നിന്റെ ഭർത്താവ് ഞങ്ങളെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. അതിന്റെ കണക്ക് തീർക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. പക്ഷെ എന്റെ ഭർത്താവ് ഇപ്പൊ പഴയ പോലെയല്ല. അദ്ദേഹം ഇപ്പൊ ഒരു നല്ല മനുഷ്യനാണ്. അതൊന്നും ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. കണക്ക് തീർക്കുക തന്നെ വേണം. നിങ്ങളുടെ ആരുടെയെങ്കിലും ജീവൻ ഞങ്ങൾക്ക് എടുത്തേ പറ്റൂ. നിങ്ങളുടെ ശത്രുതയ്ക്കിടയിൽ എന്റെ മക്കളെ വിളിച്ചഴിക്കരുത്. അവരെ വെറുതെ വിടണം. ശരി, നിന്റെ മക്കളെ വെറുതെ വിടാം. പക്ഷെ വെൻവുവിന് വേണ്ടപ്പെട്ട ഒരാളുടെയെങ്കിലും ജീവനെടുത്ത് ഞങ്ങൾക്ക് കണക്ക് തീർത്തേ പറ്റൂ. യിങ്ലി മക്കളുടെ അടുത്തേക്ക് തിരിയുന്നു. നിന്നെ അനിയത്തി കൊണ്ട് ഉള്ളിലേക്ക് പോ. ഇവര് നമ്മളുടെ വിരുന്നുകാരാ. അമ്മ ഇവരോട് സംസാരിക്കട്ടെ. പക്ഷെ അമ്മ ഇവരോട് ഫൈറ്റ് ചെയ്യാൻ പോവാണെങ്കിൽ പഴയ ശക്തികൾ അമ്മയ്ക്കില്ലല്ലോ. കുഴപ്പമില്ല ഷാങ്ചി, അമ്മയ്ക്ക് പേടിയില്ല. മക്കളും പേടിക്കണ്ട. നിങ്ങൾ പുറത്തേക്ക് വരാതെ ഉള്ളിൽ തന്നെ ഇരുന്നാൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ അമ്മ നോക്കിക്കോളാം. അങ്ങനെ പറഞ്ഞ് മക്കൾ ഉള്ളിലേക്ക് വിട്ട് യിങ്ലി അവരോടൊക്കെ ഫൈറ്റ് ചെയ്യാൻ റെഡി ആവുകയാണ്. അവൾ ടാലോയിൽ നിന്ന് അഭ്യസിച്ച ഫൈറ്റിംഗ് സ്കിൽസ് ഒക്കെ പുറത്തെടുക്കുന്നു. ഇത് ഉള്ളിൽ നിന്ന് ഷാങ്ചി കാണുന്നുണ്ട്. പക്ഷെ അയൺ ഗാങ്ങിലുള്ളത് അത്ര പേർ മാത്രമായിരുന്നില്ല. പിന്നെയും കൂട്ടമായി ആളുകൾ വന്നുകൊണ്ടേയിരുന്നു. ഇവരെയൊക്കെ യിങ്ലി ഒറ്റയ്ക്കാണ് നേരിടാൻ പോകുന്നത്. അവിടെ നടക്കുന്ന ഫൈറ്റ് ഷാങ്ചിക്ക് നോക്കി നിൽക്കേണ്ടി വന്നു. അവനൊന്നും ചെയ്യാൻ സാധിച്ചില്ല. കുറെ സമയം കഴിഞ്ഞാണ് വെൻവു വരുന്നത്. വെൻവു പുറത്തെന്തോ കാര്യത്തിന് പോയതാണ്. ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി എന്തോ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് വെൻവു തിരിച്ചു വരുന്നത്. പക്ഷെ അയാൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാഴ്ചയാണ് മുന്നിൽ കാണുന്നത്. അവിടെ താഴെ വെൻവുവിന്റെ ഭാര്യ യിങ്ലി രക്തം വാർന്ന് മരിച്ചു കിടക്കുകയാണ്. അവളുടെ ശരീരത്തിന്റെ തൊട്ടടുത്തായിട്ട് ഷാങ്ചി ഇരുന്ന് കരയുന്നുണ്ട്. വെൻവുവിന് ഈ കാഴ്ച സഹിക്കാൻ പറ്റില്ല. എല്ലാം അവസാനിപ്പിച്ച് താൻ സ്നേഹിക്കുന്ന യിങ്ലിയുടെയും മക്കളുടെയും ഒപ്പം സമാധാനത്തോടെ ജീവിക്കാമെന്ന് വിചാരിച്ച ആളാണ് നമ്മുടെ വെൻവു. പക്ഷെ എല്ലാം തകിടം മറിഞ്ഞു. കണക്ക് ചോദിക്കാൻ വന്നവർ യിങ്ലിയുടെ ജീവനും കൊണ്ടാണ് പോയത്. പക്ഷെ അത്രയും അധികം ആളുകൾ വന്നിട്ടും യിങ്ലി പേടിച്ചോടിയില്ല. അവൾ ഒറ്റയ്ക്ക് നിന്ന് അവരെ നേരിട്ടു. ടാലോയിലെ മാന്ത്രിക വിദ്യകൾ കയ്യിലുണ്ടായിരുന്നെങ്കിൽ അവർക്ക് യിങ്ലിയെ തോൽപ്പിക്കാൻ പറ്റുമായിരുന്നില്ല. അതില്ലാഞ്ഞിട്ട് പോലും യിങ്ലി പേടിക്കാതെ നിന്ന് പോരാടി. അവൾ മരിച്ചു. പക്ഷെ ഒരു ഭീരുവായിട്ടല്ല. താൻ വളരെ സ്നേഹിക്കുന്ന ഭാര്യയുടെ മരണം വെൻവുവിനെ ഭയങ്കരമായി ബാധിച്ചു. ഒരു നല്ല മനുഷ്യനാവാനാണ് വെൻവു തീരുമാനിച്ചത്. പക്ഷെ വിധി വെൻവുവിനെ നല്ലവനാവാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഷാങ്ചി വിഷമിച്ചിരിക്കുന്ന അച്ഛന്റെ അടുത്തേക്ക് വരുന്നു. ഷാങ്ചി, നിന്റെ അമ്മ എന്നോട് പറയാറുണ്ട് ഞാൻ ഉള്ളിന്റെ ഉള്ളിൽ ഒരു നല്ല മനുഷ്യനാണെന്ന്. എനിക്ക്
മാറാനാവൂവെന്നും യിങ്ലി പറയാറുണ്ട്. എന്റെ കഴിഞ്ഞ കാലത്തെ ഞാൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ മറന്നു കളയാൻ അവൾ എന്നോട് പറഞ്ഞിരുന്നു. പക്ഷെ നിങ്ങളുടെ അമ്മയ്ക്ക് തെറ്റിപ്പോയി. എനിക്ക് നല്ലവനാവാൻ സാധിക്കില്ല. ഒരു സമാധാനമുള്ള ജീവിതത്തിന് വേണ്ടി ഞാൻ ഈ 10 റിങ്സ് ഊരി വെച്ചു. ഇതെന്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ അവരിങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ പോലും ധൈര്യപ്പെടുമായിരുന്നില്ല. 10 റിങ്സ് ഊരി വെച്ചത് ഒരു തെറ്റായിപ്പോയി. ഷാങ്ചി, ചോരയ്ക്ക് ചോര കൊണ്ട് തന്നെ പകരം വീട്ടണം. അവർ ചെയ്തതിന് അവരനുഭവിച്ചിരിക്കും. അവരോട് ഞാൻ കണക്ക് ചോദിച്ചിരിക്കും. ഇത് അയൺ ഗാങ് ആണ് ചെയ്തതെന്ന് വെൻവുവിന് മനസ്സിലായി. കാരണം യിങ്ലിയുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്നതിനിടയ്ക്ക് അയൺ ഗാങ്ങിലെ കുറച്ചു പേർ അവിടെ മരിച്ചു വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല, ആരൊക്കെയാണ് വന്നതെന്ന് അത് കണ്ടുനിന്ന ഷാങ്ചിക്ക് അറിയാം. വെൻവു ഷാങ്ചി കൊണ്ട് ഒരു ക്ലബിലേക്ക് പോവാണ്. അവിടെ കുറെ പേരിന്ന് ചീട്ട് കളിക്കുന്നുണ്ട്, കുടിക്കുന്നുണ്ട്. വെൻവു ഷാങ്ചിയോട് ഇവർ തന്നെയാണോ അമ്മയെ കൊന്നെന്ന് ചോദിക്കുന്നു. അത് ഇവർ തന്നെയാണെന്ന് മനസ്സിലായി ഷാങ്ചി തലയാട്ടുന്നു. പിന്നെ വെൻവു ഒന്നും നോക്കിയില്ല. അദ്ദേഹം വീണ്ടും ആ 10 റിങ്സ് കയ്യിൽ അണിഞ്ഞിരുന്നു. വെൻവു നേരെ നടന്നു ചെന്ന് അവിടെയുള്ള അയൺ ഗാങ്ങിനെ മൊത്തത്തിൽ അങ്ങോട്ട് തീർത്ത് കളയുവാണ്. ഒരു ദയം കാണിക്കാതെയാണ് വെൻവു 10 റിങ്സ് വെച്ച് അവിടെയുള്ളവരെ നേരിട്ടത്. ഈ കാഴ്ച കണ്ട് ഷാങ്ചി പേടിച്ചു പോകുന്നുണ്ട്. വെൻവു അയൺ ഗാങ്ങിൽ ഒരാളെ ഷാങ്ചിയുടെ മുന്നിലേക്ക് പിടിച്ചുകൊണ്ടുവരുവാണ്. അയാളുടെ നെഞ്ചത്ത് ചവിട്ടി വെൻവു ചോദിക്കാൻ തുടങ്ങി, സത്യം പറ, അയൺ ഗാങ്ങിന്റെ ലീഡർ എവിടെയില്ല? അയാൾ എവിടെ? എനിക്കറിയില്ല, സത്യമായിട്ടും അറിയില്ല. അപ്പൊ നിനക്ക് അറിയില്ലല്ലേ? എന്നാ നീ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇതൊക്കെ ഷാങ്ചിയുടെ മുന്നിൽ വെച്ചാണ് ചെയ്യുന്നത്. ഷാങ്ചിയെ എങ്ങനെയൊക്കെ ട്രെയിൻ ചെയ്യണമെന്ന് വെൻവു നേരത്തെ മനസ്സിലുറപ്പിച്ചിരുന്നു. അവന്റെ മനസ്സിനെ വളരെ കട്ടിയുള്ളതാക്കി മാറ്റണം. ഷാങ്ചി, ചോരയ്ക്ക് ചോര കൊണ്ട് കണക്ക് തീർക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലേ? ഇവരെ എല്ലാവരെയും ഞാൻ കൊന്നു. പക്ഷേ അയൺ ഗാങ്ങിന്റെ ലീഡർ ഇപ്പോഴും ബാക്കിയാണ്. അമ്മയ്ക്ക് വേണ്ടി പകരം ചോദിക്കാൻ മോനച്ഛന്റെ കൂടെ നിൽക്കില്ലേ? വെൻവു ചോദിക്കുന്ന കേട്ട് ഷാങ്ചി തലയാട്ടുന്നു. ഇത് കഴിഞ്ഞാണ് ഷാങ്ചി ഭയങ്കരമായിട്ട് ട്രെയിൻ ചെയ്യുന്നത്. അങ്ങനെ കുറെ നാൾ കഴിഞ്ഞ് വെൻവു ഷാങ്ചിയുടെ കയ്യിൽ ഒരു കത്തിയും കൊടുത്ത് ഒരു മിഷൻ അയച്ചെന്ന് പറഞ്ഞല്ലോ, അത് ഈ അയൺ ഗാങ്ങിന്റെ ലീഡറെ കൊല്ലാനാണ്. അയൺ ഗാങ്ങിന്റെ ലീഡർ എവിടെയുള്ളതെന്ന് വെൻവുവും 10 റിങ്സും കണ്ടുപിടിച്ചു. പക്ഷെ മകനെ കൊണ്ട് തന്നെ പകരം വീട്ടണമെന്ന് വെൻവുവിന് നിർബന്ധം ഉണ്ടായിരുന്നു. അതാണല്ലോ അതിന്റെ ഒരു ശരി. ഷാങ്ചി, ഇപ്പൊ സമയം വന്നിരിക്കുവാണ്. നിന്റെ അമ്മയെ കൊന്നവനെ ഞാൻ കണ്ടുപിടിച്ചു. നമുക്ക് രണ്ടുപേർക്കും വേണ്ടി നീ പകരം വീട്ടണം ഷാങ്ചി. അയാളെ കൊന്നു കളഞ്ഞേക്ക്. എന്നിട്ട് നീ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഞാനും നീയും 10 റിങ്സും കൂടി ഈ ലോകം ഭരിക്കും. 10 റിങ്സ് വീണ്ടും പഴയ പ്രതാപത്തിലേക്ക് പോകും. അങ്ങനെ പറഞ്ഞ് വെൻവു ഷാങ്ചിയെ ആ മിഷന് വേണ്ടി അയക്കുവാണ്. അത് കഴിഞ്ഞ് എന്താ ഉണ്ടായെന്ന് വെച്ചാൽ, ഷാങ്ചി അയൺ ഗാങ്ങിന്റെ ലീഡർ അടുത്തേക്ക് പോയി അയാളെ കൊന്നു കളയുന്നു. പക്ഷെ അവൻ ആരെയും കൊല്ലാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. അവൻ അവന്റെ അമ്മയുടെ പോലെയായിരുന്നു. അമ്മ ജീവനോടെ ഉണ്ടെങ്കിൽ ഒരിക്കലും ഷാങ്ചി ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി അയക്കുമായിരുന്നില്ല. അമ്മയുടെ ആത്മാവിന് ഷാങ്ചിയോട് സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരൊരിക്കലും ഷാങ്ചിയോട് പറയില്ല പകരം വീട്ടാൻ വേണ്ടി പോകണമെന്ന്. എന്തായാലും താൻ ഒരാളെ കൊന്നു കളഞ്ഞത് ഒരു വലിയ തെറ്റായി പോയെന്ന് ഷാങ്ചിക്ക് തോന്നാൻ തുടങ്ങി. അതിന്റെ പ്രധാന കാരണം ഈ കണക്ക് വീട്ടിലാണ്. പണ്ട് വെൻവു ചെയ്തു വെച്ച കാര്യങ്ങൾ കാരണമാണ് പകരം ചോദിക്കാൻ വേണ്ടി അയൺ ഗാങ് ഇവരുടെ വീട്ടിലേക്ക് കയറി വന്നതും യിങ്ലിയെ കൊന്നു കളഞ്ഞതും. ഇപ്പൊ ഇതിന് പകരം വീട്ടാൻ വേണ്ടി ഷാങ്ചിയെ വെൻവു അയച്ചിരിക്കുവാണ്. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. യിങ്ലി മരിച്ചത് അവളുടെ തെറ്റുകൊണ്ടായിരുന്നില്ല, പണ്ട് വെൻവു ചെയ്തു വെച്ച കാര്യങ്ങൾ കാരണമാണ്. ഇത് മനസ്സിലാക്കുന്ന ഷാങ്ചി ഇനി അച്ഛന്റെ അടുത്തേക്ക് തിരിച്ചു പോകണ്ടെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെയാണ് അവൻ അമേരിക്കയിലേക്ക് നാട് കടന്ന് ഷാങ്ചി എന്നുള്ള പേര് ഷോണെന്നാക്കി കേറ്റിയുടെ ഒപ്പം സ്കൂളിൽ ചേർന്ന് അവിടെ അങ്ങോട്ട് ജീവിക്കുന്നത്. ഇതൊക്കെ ആലോചിച്ചിരിക്കുന്ന ഷാങ്ചിയുടെ അടുത്തേക്ക് കേറ്റി വരുവാണ്. എന്താണ് നീ ഇവിടെ ഒറ്റയ്ക്ക് വന്നിരിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കേറ്റി, ഞാൻ നീ വിചാരിക്കുന്ന പോലെ ഒരാളല്ല. ഞാൻ നിന്നോട് കുറച്ച് നുണകൾ പറഞ്ഞിട്ടുണ്ട്. ആ, അത് നീ പറഞ്ഞല്ലോ. നീ ആരാന്നുള്ള കാര്യമല്ലേ? പിന്നെ നിന്റെ ശരിക്കുള്ള പേര് ഷോണല്ലെന്നും ഷാങ്ചി ആണെന്നുള്ള കാര്യം അതല്ല കേറ്റി. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എന്റെ അമ്മയെ കൊന്ന ആളെ കണ്ടുപിടിക്കാൻ വേണ്ടി അച്ഛനെ വിട്ട കാര്യം. ഞാൻ അയാളെ കൊന്നില്ലെന്ന് പറഞ്ഞു, പക്ഷെ ശരിക്കും ഞാൻ അയാളെ കൊന്നു. എന്റെ കൈകൊണ്ട് ഞാൻ അയാളെ കൊന്നു.
എടുക്കുന്നു. നിന്നോടത് പറഞ്ഞാൽ നീ എങ്ങനെ എടുക്കുമെന്ന് എനിക്ക് അറിയുമായിരുന്നില്ല. അത് കഴിഞ്ഞാണ് ഞാൻ അമേരിക്കയിലേക്ക് വന്നത്. എന്റെ പഴയ പേര് മാറ്റി പുതിയൊരു ജീവിതം തുടങ്ങുവാണെങ്കിൽ അച്ഛനിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അച്ഛന്റെ നിഴൽ എന്നും എന്റെ കൂടെ ഉണ്ടായിരുന്നു. നീ അത് ആലോചിക്കേണ്ട ഷാങ്ചി. നിന്റെ 7ാമത്തെ വയസ്സ് തൊട്ട് നിന്റെ അച്ഛൻ നിന്നെ ട്രെയിൻ ചെയ്യാൻ തുടങ്ങി. നിന്നെ ഒരു കൊലയാളിയാക്കാൻ പഠിപ്പിച്ചു. എന്നിട്ട് വെറും 14 വയസ്സുള്ളപ്പോ നിന്നെ ഒരാളെ കൊല്ലാൻ വേണ്ടി പറഞ്ഞയച്ചു. ഇതിൽ നിന്റെ തെറ്റൊന്നുമില്ല. നിന്റെ അച്ഛൻ കാരണമാണ് അമ്മ മരിച്ച്, അല്ലാതെ നീ കാരണമല്ല. എന്നിട്ടിപ്പോ അങ്ങേര് നിന്റെ അമ്മയുടെ ഗ്രാമം നശിപ്പിക്കാൻ വരുന്നു. എന്റെ അച്ഛൻ എന്നോട് പറയാറുണ്ട്, ചോരയ്ക്ക് ചോര കൊണ്ട് തന്നെ കണക്ക് തീർക്കണമെന്ന്. എന്നാൽ അങ്ങനെ തന്നെ ആവട്ടെ. അച്ഛൻ എന്നെ വർഷങ്ങളോളം ട്രെയിൻ ചെയ്തത് ഞാൻ അയാൾക്കെതിരെ തന്നെ ഉപയോഗിക്കാൻ പോവാണ്. എന്റെ അമ്മയുടെ ഗ്രാമത്തെ നശിപ്പിക്കാൻ ശ്രമിച്ച അച്ഛനെ ഞാൻ കൊല്ലും. അങ്ങനെ പറഞ്ഞ് ഷാങ്ചി വളരെ വിഷമത്തോടെ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അടുത്ത ദിവസമായി ഷാങ്ചി നേരത്തെ വന്ന് പറഞ്ഞതുകൊണ്ട് ഒരു യുദ്ധത്തിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളൊക്കെ ടാലോയിൽ ആളുകൾ ചെയ്തിട്ടുണ്ട്. ഇന്നാണ് ആ പ്രത്യേക ദിവസം. ഇപ്പോഴാണ് ആ പ്രത്യേക സമയം. ടാലോയിലേക്ക് വരുന്നതിന് തടസ്സമായി നിൽക്കുന്ന ആ മുളങ്കാട് ഒരു സേഫ് ആയിട്ടുള്ള വഴി തുറക്കുന്ന സമയം. വെൻവു ആളുകളും അങ്ങോട്ട് വന്നുകൊണ്ടേയിരിക്കുവാണ്. ഷാങ്ചിയും ഷിയാലിങ്ങും അമ്മ അവർക്ക് വേണ്ടി കൊടുക്കാൻ ഏൽപ്പിച്ച സ്യൂട്ടൊക്കെ ഇട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി റെഡിയായി. നമ്മളുടെ കേറ്റിയാണെങ്കിലോ അമ്പും വില്ല് വിടുന്നവരുടെ കൂട്ടത്തിൽ ചേർന്നു. അവൾ വേഗം പോയി അമ്പും വില്ലും എടുത്തുകൊണ്ട് വന്ന് യുദ്ധത്തിന് റെഡിയാവാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഗ്വാങ്ങപ്പൂപ്പൻ അവളോട് പറയുന്നു, നീ ഇപ്പോഴും റെഡി ആയിട്ടില്ലെന്ന്. അങ്ങനെ വെൻവുവും 10 റിങ്സിലും മറ്റുള്ളവരും കുറെ വണ്ടികളിലായിട്ട് അങ്ങോട്ട് എത്തി. സേഫായി വഴി തുറക്കുന്ന സമയമായതുകൊണ്ട് അവർക്കൊന്നും സംഭവിച്ചില്ല. പുതിയ ടെക്നോളജിയുള്ള പല ആയുധങ്ങളുമാണ് 10 റിങ്സ് സേനയുടെ കയ്യിലിരിക്കുന്നത്. വെൻവുവിന്റെ കയ്യിലാണെങ്കിൽ അതിമാരകമായ 10 റിങ്സും ഉണ്ട്. തന്നെ എതിരിടാൻ വേണ്ടി മുന്നിൽ നിൽക്കുന്നത് തന്റെ മക്കളായിട്ടുള്ള ഷാങ്ചിയും ഷിയാലിങ്ങും ആണെന്ന് വെൻവുവിന് വിശ്വസിക്കാൻ സാധിച്ചില്ല. ഷാങ്ചി, നിങ്ങളുടെ അമ്മയെ ഇവിടെയുള്ളവർ തടവിലാക്കി വെച്ചിരിക്കുകയാണ്. നീ അവരെയാണോ സഹായിക്കുന്നത്? നീ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് വെൻവു. നിന്റെ ഭാര്യ ഇവിടെ ഇല്ല. ഇംഗ്ലിയെ ഞങ്ങൾ പൂട്ടിവെച്ചിട്ടില്ല. ഇവിടെ തടവറയിൽ കിടക്കുന്ന ഡ്വെല്ലർ എന്ന് പറയുന്ന ഒരു രാക്ഷസനാണ് നിന്റെ തലയിലൂടെ ഇതൊക്കെ പറയുന്നത്. അവനാണ് ഇംഗ്ലിയുടെ ശബ്ദത്തിൽ നിന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്നെ തിരിച്ചയക്കാൻ വേണ്ടി നിങ്ങൾ പറയുന്ന നുണകളാണ് ഇതൊക്കെ. എന്റെ ഭാര്യയുടെ ശബ്ദം കേട്ടാൽ എനിക്ക് മനസ്സിലാവും. നിന്റെ ഭാര്യയാവുന്നതിന് മുന്നേ അവൾ എന്റെ അനീതിയായിരുന്നു. അവൾ മരിച്ചതിൽ നിന്നെ പോലെ എനിക്ക് വിഷമമുണ്ട്. പക്ഷെ ഇതൊരു യുദ്ധത്തിൽ അവസാനിക്കേണ്ട കാര്യമില്ല. എന്നെ പ്രണയിച്ചതിന്റെ പേരിൽ നിങ്ങളല്ലേ ഇംഗ്ലിയെ ഇവിടെ നിന്ന് നാട് കടത്തിയത്. എന്നിട്ടാ നിങ്ങൾ തന്നെയാണോ പറയുന്നത് ഇംഗ്ലിയെ ഇഷ്ടമാണെന്ന്? നീ ഒരു വിഡ്ഢിയാണ്. നീ ഒരു ക്രൂരനാണ്. അതുകൊണ്ട് നിന്നെയാണ് ഞങ്ങൾ അട്ടിപ്പയച്ചത്. നീ മുൻപ് ചെയ്തു കൂട്ടിയ പാപങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് നിന്നെ ഇവിടെ കയറ്റാതിരുന്നത്. ഹേയ്, എന്നോട് സൂക്ഷിച്ച് സംസാരിക്കണം. പ്രായത്തിൽ നിങ്ങൾ എന്നെക്കാൾ ഒരുപാട് ചെറുതാണ്. തന്നെക്കാൾ 100 കണക്കിനധികം വർഷം ഞാൻ ജീവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അല്പം ബഹുമാനത്തോടെ സംസാരിക്കുക. ഇനി എല്ലാവരും സമയം കളയാതെ എന്റെ വഴിയിൽ നിന്ന് മാറി നിൽക്ക്. പക്ഷെ ടാലോയിൽ ആളുകൾ പിന്മാറാൻ തയ്യാറായില്ല. അങ്ങനെ അവർ രണ്ടുപേരും ഒരു യുദ്ധത്തിന് വേണ്ടി തയ്യാറാവുകയാണ്. വെൻവു 10 റിങ്സിലെ ആളുകളോട് പറയുന്നു, ഒന്നും നോക്കണ്ട, കത്തിച്ചു കളഞ്ഞേക്ക്. അങ്ങനെ അവിടെ ഒരു മാരകമായിട്ടുള്ള ഫൈറ്റ് ആണ് നടക്കുന്നത്. ടാലോ എന്ന് പറയുന്ന ഒരു മാന്ത്രിക ഗ്രാമവും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആയുധങ്ങളുള്ള 10 റിങ്സും തമ്മിലുള്ള ഒരു മാരക യുദ്ധം. വെൻവു കയ്യിൽ 10 റിങ്സ് ഇടുമ്പോൾ അയാളുടെ വെയിൻസിൽ കൂടെ അതിന്റെ പവർ ഇങ്ങനെ ഒഴുകി പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെയാണ് 10 റിങ്സ് അത് ഇടുന്ന ആൾക്ക് ശക്തികൾ കൊടുക്കുന്നത്, മരണമില്ലാത്ത ജീവിതം കൊടുക്കുന്നത്. ഇപ്പൊ ഇവർ രണ്ടു കൂട്ടർ ഉപയോഗിക്കുന്നത് 2 തരത്തിലുള്ള ആയുധങ്ങളാണ്. 10 റിങ്സിന്റെ ആളുകളുടെ കയ്യിൽ ഇലക്ട്രിക് ഷോക്ക് കൊടുക്കാൻ പറ്റുന്ന പോലെയുള്ള കുറെ ആയുധങ്ങളുണ്ട്. അവരുടെ കയ്യിൽ ടെക്നോളജിയാണ് കൂടുതൽ. പക്ഷെ ടാലോയിലെ ആളുകളുടെ കയ്യിലാണെങ്കിൽ കൂടുതലും മരം കൊണ്ട് നിർമ്മിച്ച ആയുധങ്ങളാണ്. പക്ഷെ ആ ആയുധങ്ങൾക്ക് ഏറ്റവും ശക്തി കൊടുക്കുന്നത് അതിൽ പിടിപ്പിച്ചിട്ടുള്ള ഡ്രാഗൺ സ്കെയിൽസ് ആണ്, ഡ്രാഗണിന്റെ ചിതുമ്പലുകൾ. ടാലോയിലെ കുറെ ആളുകൾ ഇലക്ട്രിക് ഷോക്കറ്റ് വീഴുന്നുണ്ട്. ഷാങ്ചിയും ഷിയാലിങ്ങും അവർക്ക് കിട്ടിയിട്ടുള്ള പുതിയ ആയുധങ്ങൾ വെച്ച് 10 റിങ്സിന്റെ ആൾക്കാരെ വളരെ നന്നായി തന്നെ നേരിടുന്നുണ്ട്. അതേസമയം ടാലോയിലെ ആളുകളുടെ വലിയൊരു ധൈര്യമായിരുന്നു ആ വമ്പൻ സിംഹങ്ങൾ. 10 റിങ്സിന്റെ ആൾക്കാർക്ക് ആ സിംഹങ്ങളെ ഷോക്ക് അടിപ്പിക്കാനോ മുറിവേൽപ്പിക്കാനോ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ആ സിംഹം ഒന്ന് കുടഞ്ഞാൽ തന്നെ ആളുകൾ വളരെ ദൂരേക്ക് തെറിച്ചു പോയി വീഴും. ഇഗ്നാൻ വെൻവുവിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും ഡെത്ത് ഡീലർ വന്ന് നാനിന്റെ കൂടെ ഫൈറ്റ് ചെയ്യുവാണ്. നമ്മളുടെ ഷിയാലിങ്ങും അയൺ ഫിസ്റ്റും കൂടിയാണ് ഫൈറ്റ് ചെയ്യുന്നത്. ഷിയാലിംഗ് ഷാങ്ചിയോട് ഇവിടെ നിന്ന് ഫൈറ്റ് ചെയ്യേണ്ടെന്നും എത്രയും പെട്ടെന്ന് പോയി അച്ഛനെ തടയണമെന്നും പറയുന്നു. ഷാങ്ചി നേരെ വെൻവുവിനെ തടയാൻ വേണ്ടി ഓടി. വെൻവു ഇപ്പൊ നിൽക്കുന്നത് മരിച്ചുപോയ ആളുകളുടെ ഓർമ്മയ്ക്കായി ചിത്രങ്ങൾ വെച്ചിരിക്കുന്ന സ്ഥലത്താണ്. അവിടെ ഇംഗ്ലിയുടെ ചിത്രം ഇരിക്കുന്നുണ്ട്. അയാൾ ഇംഗ്ലിയുടെ ചിത്രത്തിന് മുന്നിൽ പോയി അവൾ അവസാനമായിട്ട് ഒന്നുകൂടി കൈകൂപ്പി ആദരിക്കുന്നു. വെൻവുവിനോട് ഇംഗ്ലിയോട് അത്രയ്ക്കും ഇഷ്ടമാണ്. ഈ സമയത്താണ് ഷാങ്ചി അങ്ങോട്ട് വരുന്നത്. ഷാങ്ചിയുടെ കയ്യിൽ ഡ്രാഗൺ സ്കെയിൽസ് പിടിപ്പിച്ച ഒരു വലിയ വടി ഇരിക്കുന്നുണ്ട്. വേറെ ആയുധങ്ങളൊന്നുമില്ല. ഷാങ്ചി, നീ എന്റെ മകനാണ്. നിനക്ക് ഒറ്റയ്ക്കിനെ തടഞ്ഞു നിർത്താൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അതെനിക്കറിയില്ല. പക്ഷെ അച്ഛനെ എനിക്ക് പേടിയില്ല. നീ നുണ പറയാണ് ഷാങ്ചി. പേടി നിന്റെ കണ്ണുകളിൽ എനിക്ക് കാണാം. അങ്ങനെ പറഞ്ഞ് വെൻവു ഷാങ്ചി അറ്റാക്ക് ചെയ്യുന്നു.
ഷാങ്ചി കുറച്ച് ബാക്കിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ അവൻ കയ്യിലുള്ള ആ വടി വെച്ച് വീഴാതെ നിൽക്കുന്നു. ഇത്രയും കാലം നീ പേടിച്ചൊളിച്ച് ജീവിച്ചു, എന്റെ കൺമുന്നിൽ വരാതെ നീ സ്വന്തം പേര് മാറ്റി ഒരു ഭീരുവിനെ പോലെ ജീവിച്ചു. ഞാൻ നിന്നെ കണ്ടുപിടിക്കില്ലെന്ന് നീ വിശ്വസിച്ചു. നിന്നെ കൊണ്ട് അതിനെ പറ്റൂ. നിന്റെ അമ്മയെ മറ്റുള്ളവർ കൊന്നുകൊണ്ടിരിക്കുമ്പോ നീ അതും കണ്ടുകൊണ്ട് ഒന്നും ചെയ്യാതെ കൈകെട്ടി നിന്നു. അവൾ മരിക്കുന്നത് നീ നോക്കി നിന്നില്ലേ? വെറും ഒരു ഭീരു മാത്രമാണ് നീ. ഇത് കേട്ട് ഷാങ്ചിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. അവൻ വെൻവുവിനെ പലവട്ടം അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വെൻവുവിന്റെ ഫൈറ്റിംഗ് സ്കില്ലിന് മുന്നിൽ ഷാങ്ചിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. വെൻവു ഷാങ്ചിയെ ദൂരേക്ക് തെറിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അവന് നേരെ ടെൻഡങ്സ് ഉപയോഗിക്കുന്നു. ഷാങ്ചി കയ്യിലുള്ള സ്റ്റിക്ക് വെച്ച് അതിനെയൊക്കെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. ഷാങ്ചിയുടെ ദേഷ്യം കൂടുന്നതിനനുസരിച്ച് അവന്റെ ശക്തിയും കൂടി വന്നു. ഞങ്ങളുടെ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോ അച്ഛൻ ഞങ്ങളുടെ കൂടെ നിൽക്കണമായിരുന്നു. അച്ഛന്റെ സ്നേഹം ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അച്ഛൻ ഞങ്ങൾക്ക് പകരം തെരഞ്ഞെടുത്തത് ഈ ടെൻഡങ്സിനെയാണ്. അച്ഛന് ഞങ്ങളെക്കാൾ വലുത് ഈ ആയുധങ്ങളായിരുന്നു. ഞങ്ങളെക്കാൾ അച്ഛന് വലുത് അധികാരമായിരുന്നു. എന്നെ നിങ്ങൾ കുട്ടിയായിരുന്നപ്പോ മുതൽ ട്രെയിൻ ചെയ്തില്ലേ? ഒരു കൊലയാളിയാവാനല്ല നിങ്ങൾ എന്നെ പഠിപ്പിച്ചത്. ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് നിങ്ങളെപ്പോലും കൊല്ലാൻ മടിയില്ലാത്തൊരു കൊലയാളിയാണ്. ഇതായിരുന്നില്ല അച്ഛൻ ആഗ്രഹിച്ചത്. അങ്ങനെ തന്നെ നടക്കട്ടെ. അങ്ങനെ പറഞ്ഞ് ഷാങ്ചി വീണ്ടും വെൻവുവിനെ അറ്റാക്ക് ചെയ്യുവാണ്. ഈ വട്ടം ഷാങ്ചിയുടെ അറ്റാക്കിൽ വെൻവു താഴെ വീണു. ഷാങ്ചി വെനുവിന്റെ അടുത്തേക്ക് വന്നൊരു കാര്യം പറയുവാണ്. ഇനി ഒരു പക്ഷെ അച്ഛൻ പറയുന്നത് ശരിയാണെങ്കിൽ പോലും അമ്മയെ തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ അമ്മ അച്ഛന്റെ കൂടെ നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? അമ്മ പഴയതുപോലെ അച്ഛനെ സ്നേഹിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അമ്മ അച്ഛനെ വെറുക്കും. ഇത് കേട്ട് വെൻവുവിന് അങ്ങോട്ട് ദേഷ്യം വന്നു. അവൻ ഷാങ്ചിയുടെ കയ്യിലുള്ള സ്റ്റിക്ക് കയറി പിടിക്കുവാണ്. 10 റിങ്സിലെ ശക്തി വരാൻ തുടങ്ങിയതും ആ സ്റ്റിക്ക് പൊടി പോലെ പൊട്ടിത്തെറിച്ചു പോയി. വെൻവു ഷാങ്ചിയെ ആ 10 റിങ്സ് വെച്ച് ഇടിക്കുവാണ്. അതായത് 10 റിങ്സ് ഉപയോഗിച്ചില്ല, ഒരു കയ്യിലെ 5 റിങ്സ് ഉപയോഗിച്ച്. എന്നിട്ട് വീണ്ടും ആ റിങ്സ് വലിച്ചെടുത്ത് ഷാങ്ചിയെ ആഞ്ഞൊരു ഇടിക്കുന്നു. ഷാങ്ചി നേരെ ദൂരെ തെറിച്ചുപോയി അവിടെയുള്ള വെള്ളത്തിലേക്ക് വീഴുവാണ്. അവൻ താഴേക്ക് താഴ്ന്നുപോയി. വെൻവുവിന് വിഷമം തോന്നി. പക്ഷെ ഭാര്യയെ തിരിച്ചു കൊണ്ടുവരുന്നതിന് തടസ്സം നിൽക്കുന്ന ആരെയും വെൻവുവിന് കൊല്ലാൻ മടിയില്ല. ഈ സമയത്ത് വീണ്ടും അയാളുടെ തലയിൽ ഭാര്യയായിട്ടുള്ള ഇംഗ്ലിയുടെ ശബ്ദം കേൾക്കുവാണ്. പെട്ടെന്ന് വന്ന് എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കുമെന്നാണ് ആ ശബ്ദം വെൻവുവിനോട് പറയുന്നത്. വെൻവു പെട്ടെന്ന് ടെൻഡങ്സ് ഉപയോഗിച്ച് വളരെ ദൂരേക്ക് ചാടുവാണ്. അയാൾ നേരെ പോയി നിൽക്കുന്നത് ആ ഡാർക്ക് ഗേറ്റിന്റെ മുന്നിലാണ്. ഈ ഡാർക്ക് ഗേറ്റിന്റെ അപ്പുറത്താണ് ഡ്വെല്ലർ ഇൻ ഡാർക്ക്നെസ്സിനെ പൂട്ടി വെച്ചിരിക്കുന്നത്. ഇതൊന്നും വെൻവുവിന് അറിയില്ല. അയാൾ അത് കേൾക്കാനും റെഡിയല്ല. ഇങ്ങനെ ചാടി വന്ന് ഇറങ്ങുമ്പോൾ സുരക്ഷിതമായിട്ട് നിലത്തിറങ്ങാൻ വേണ്ടി വീണ്ടും ടെൻഡങ്സിനെ നിലത്തേക്ക് വിട്ട് ഒരു കറക്റ്റ് ഫോഴ്സിലാണ് വെൻവു ഒന്ന് നിലത്തിറങ്ങുന്നത്. ഈ ഗേറ്റിന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോ ഇംഗ്ലിയുടെ ശബ്ദം കൂടുതൽ കേൾക്കാൻ തുടങ്ങി. ഇംഗ്ലി കരയുന്ന ശബ്ദത്തിൽ ആ ഡ്വെല്ലർ എന്ന് പറയുന്ന മോൺസ്റ്റർ വെൻവുവിനോട് സംസാരിക്കാൻ തുടങ്ങി. വെൻവുവിന് അത് കേട്ട് നിൽക്കാൻ സാധിച്ചില്ല. അയാൾ ആ ഡാർക്ക് ഗേറ്റ് തകർക്കാൻ വേണ്ടി മുഴുവൻ ശക്തിയെടുത്ത് അതിലിടിക്കാൻ തുടങ്ങി. ഒരു കയ്യിലെ 5 റിങ്സ് വെച്ച് ഇടിച്ചാൽ ശരിയാവില്ലെന്ന് മനസ്സിലായപ്പോ 10 റിങ്സും ഒരേ ഒരു കയ്യിലേക്കിട്ട് വെൻവു വീണ്ടും ആ ഗേറ്റിൽ ആഞ്ഞടിക്കാൻ തുടങ്ങി. ഇത് വളരെ ശക്തമായ ഗേറ്റ് ആണ്. അത് പതുക്കെ ഇളകുന്നുണ്ട്. പക്ഷെ ഇത് തകർക്കണമെങ്കിൽ വെൻവു ഇനിയും ഒരുപാട് വട്ടം ഇടിക്കേണ്ടി വരും. പക്ഷെ കുറച്ച് ഇളകി തുടങ്ങിയപ്പോ ഈ ഡാർക്ക് ഗേറ്റിന്റെ ഉള്ളിക്കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ ആത്മാവിനെ വലിച്ചെടുക്കുന്ന ചെറിയ പിശാചുക്കൾ പുറത്തേക്ക് വരാൻ തുടങ്ങി. ഡ്വെല്ലർ ഇൻ ഡാർക്ക്നെസ് എന്ന് പറയുന്ന മോൺസ്റ്ററിന്റെ ചെറിയൊരു പടയാണ് ഈ പിശാചുക്കൾ. ഈ പിശാചുക്കൾ ആളുകളുടെ ആത്മാവെടുത്ത് ഡ്വെല്ലറിന് കൊണ്ട് കൊടുത്താൽ ഡ്വെല്ലറിന്റെ ശക്തി ഒരുപാട് വർദ്ധിക്കും. ഗേറ്റിന്റെ വിടവിൽ കൂടെ ഈ പിശാചുക്കൾ പുറത്തേക്ക് വരുന്ന കാര്യം ഇങ്നാനും ഷിയാലിങ്ങും കാണുന്നുണ്ട്. ഇവരുടെ കൂടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് 10 റിങ്സിലെ ഡെത്ത് ഡീലറും അയൺ ഫിസ്റ്റും. ഈ പിശാചുകൾ വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെയും ആത്മാവെടുത്ത് എല്ലാവരെയും കൊല്ലുമെന്ന് ഇങ്നാൻ അവരോടൊക്കെ പറയുന്നുണ്ട്. പക്ഷെ റേസർ ഫിസ്റ്റും ഡെത്ത് ഡീലറും ഇത് വിശ്വസിക്കുന്നേയില്ല. അത് മാത്രമല്ല, ഈ പിശാചുക്കളെ കൊല്ലണമെങ്കിൽ ഡ്രാഗൺ സ്കെയിൽസ് കൊണ്ട് നിർമ്മിച്ച ടാലോയിലെ ആയുധങ്ങൾ തന്നെ വേണം. ഇത് കേട്ടിട്ട് അയൺ ഫിസ്റ്റ് പുച്ഛിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഈ സമയത്താണ് പെട്ടെന്നൊരു പിശാച് കയറി വന്ന് നമ്മളുടെ ഡെത്ത് ഡീലറിനെ നേരെ മുകളിലേക്ക് പൊക്കിക്കൊണ്ടുപോകുന്നത്. നിമിഷ നേരം കൊണ്ട് ആ പിശാച് ഡെത്ത് ഡീലറിന്റെ ആത്മാവിനെ പുറത്തെടുക്കുകയാണ്. ഡെത്ത് ഡീലർ താഴേക്ക് മരിച്ചു വീണു, ആത്മാവില്ലാത്ത വെറും ഒരു ശരീരം മാത്രമായിട്ട്. എന്തായാലും ഡെത്ത് ഡീലർ ചത്തപ്പോ കുറച്ച് ആശ്വാസമായി. ആ പിശാച് നേരെ വന്ന് റൈസർ ഫിസ്റ്റിനെയും പിടിക്കുന്നുണ്ട്. അവന്റെ കയ്യിലുള്ള ഹൈടെക് ആയുധം വെച്ച് കുത്തിയിട്ടും പിശാചിനൊന്നും പറ്റുന്നില്ല. പക്ഷെ ഡ്രാഗൺ സ്കെയിൽസ് കൊണ്ടുള്ള ഒരു വടി വെച്ച് കുത്തിയപ്പോ ആ പിശാച് അപ്പൊ തന്നെ ഇല്ലാതെ. ഇപ്പോഴാണ് ഇഗ്നാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് റൈസർ ഫിസ്റ്റിന് മനസ്സിലാവുന്നത്. അതുകൊണ്ട് റൈസർ ഫിസ്റ്റ് നമ്മൾക്ക് ഒരുമിച്ച് തന്നെ നേരിടാമെന്ന് ഇഗ്നാനോട് പറയുന്നു. അതായത് നമ്മളെ മാംകോയ് പണ്ട് ചെയ്ത പോലെ ഞങ്ങൾ രണ്ടുപേരെയും തടയാൻ ആരുണ്ടാന്ന് ചോദിച്ച് റൈസർ ഫിസ്റ്റ് ടാലോയിൽ ആളുകളുടെ കൂടെ നിൽക്കുവാണ്. റൈസർ ഫിസ്റ്റ് പറയുന്നത് കൊണ്ട് 10 റിങ്സിലെ മറ്റാളുകളും ഇതനുസരിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ ടാലോയിൽ ആളുകളും 10 റിങ്സിലെ ആളുകളും ഒരുമിച്ച് ഈ പിശാചുക്കളെയും ഡ്വെല്ലറിനെയും നേരിടാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ പിശാച് മോഷ്ടിച്ചു കൊണ്ടുപോയ ഡെത്ത് ഡീലറിന്റെ ആത്മാവ് നേരെ ഈ ഡാർക്ക് ഗേറ്റിന്റെ ഉള്ളിൽ കൂടെ കടന്ന് ഡ്വെല്ലർ എന്ന് പറയുന്ന രാക്ഷസനാണ് കൊണ്ടുകൊടുക്കുന്നത്. അതോടെ ഡ്വെല്ലറിന് ശക്തി കൂടും. ശക്തി കൂടിയ ഡ്വെല്ലറിന് ഈസി ആയിട്ട് ഈ ഡാർക്ക് ഗേറ്റ് പൊളിച്ച് പുറത്തു വരാനും പറ്റും. ഈ സമയത്ത് കേറ്റി എല്ലാ ധൈര്യവും സംഭരിച്ച് അമ്പും വില്ലും എടുത്ത് വരുവാണ്. ഇത് കാണുന്ന ഗുരു അവളെ തടയുന്നില്ല, സ്വയം ചാവാതെ നോക്കണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇപ്പോഴാണ് അവർ ശ്രദ്ധിക്കുന്നത് ഷാങ്ചി കുറെ നേരമായിട്ട് കാണാനില്ല. എവിടെയാണ് ഷാങ്ചി? അവൻ വെള്ളത്തിന്റെ അടിയിലേക്ക് മുങ്ങി താണുകൊണ്ടിരിക്കുകയാണ്. അവിടെ വെൻവുവിന്റെ ഓരോ ഇടിയിലും ഡാർക്ക് ഗേറ്റ് കൂടുതൽ തകർന്നുകൊണ്ടിരിക്കുന്നത് ഇവർക്കൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഡ്വെല്ലർ പുറത്തു വന്ന എന്ത് സംഭവിക്കുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. പിശാചുക്കളെയും ഡ്വെല്ലറിനെയും തടയാൻ ഡ്രാഗൺ സ്കെയിൽസിന്റെ
ആയുധങ്ങൾ തന്നെ വേണമെന്ന് മനസ്സിലായതുകൊണ്ട് റേസർ ഫിസ്റ്റ് അവന്റെ കയ്യിൽ ആ കത്തി മാറ്റിയിട്ട് ടാലോയിലുള്ള ഒരു കത്തി അങ്ങോട്ട് പിടിപ്പിച്ചു വെക്കുവാണ്. ഇപ്പൊ ഗേറ്റിന്റെ വിടവിൽ കൂടെ കൂടുതൽ പിശാചുക്കൾ അവർക്ക് നേരെ പറന്നു വന്നുകൊണ്ടിരിക്കുവാണ്. ഇവരുടെയൊക്കെ ആത്മാവ് എടുത്തുകൊണ്ട് പോകാൻ വളരെ കുറച്ച് നിമിഷങ്ങളെ അവറ്റകൾക്ക് ആവശ്യമുള്ളൂ. എന്തായാലും വിജയമായാലും മരണമായാലും പോരാടാൻ തന്നെ ഗുരുവപ്പൂപ്പൻ എല്ലാവരോടും പറഞ്ഞു. ഇതിന്റെ കൂട്ടത്തിൽ നമ്മളുടെ ഓസ്കാർ ആക്ടറും നിൽക്കുന്നുണ്ട്. അഭിനയിക്കാൻ മാത്രം അറിയുന്ന പാവത്തിന് ഫൈറ്റ് ചെയ്യാനൊന്നും അറിയില്ല. കേറ്റിക്ക് നല്ല പേടിയുണ്ട്. അപ്പോഴേക്കും ഗുരുവപ്പൂപ്പൻ നന്നായി ശ്വാസം എടുത്ത് കോൺഫിഡൻസോടെ നിൽക്കാൻ പറയുന്നു. വെള്ളത്തിലേക്ക് മുങ്ങിത്താഴുന്ന ഷാങ്ചിക്ക് അവന്റെ അമ്മ അവന് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ മനസ്സിലേക്ക് വരാൻ തുടങ്ങി. അമ്മ അവസാനമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ അമ്മ അവനോട് പറഞ്ഞ കാര്യങ്ങൾ: ഷാങ്ചി, നിനക്കൊന്നും പറ്റാതെ അമ്മ നോക്കിക്കോളാം. നിങ്ങൾ പേടിക്കണ്ട. ടാലോയിൽ ജനിച്ച എന്റെ മകനാണ് നീ. നിനക്കെന്നും ഞങ്ങളുടെ ഡ്രാഗണിന്റെ സംരക്ഷണം ഉണ്ടാവും. അമ്മയും അച്ഛനും എന്നും മോന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഞാൻ മോന് പറഞ്ഞു തന്ന കാര്യങ്ങളൊന്നും മറക്കരുത്. നിനക്കെന്നും നല്ലത് മാത്രമേ സംഭവിക്കൂ. മോനെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മ മോന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. നമ്മുടെ കുടുംബത്തിന് നീ വേണം സംരക്ഷിക്കാൻ. അങ്ങനെ പറഞ്ഞാണ് ഷാങ്ചിയുടെ അമ്മ അവസാനമായിട്ട് അവനെ വിട്ട് പിരിയുന്നത്. അത് കഴിഞ്ഞ് നടന്ന ഫൈറ്റിൽ അവർ മരിച്ചുപോയി. ഈ കാര്യങ്ങൾ ഓർമ്മ വന്ന ഉടനെ ഷാങ്ചി കണ്ണു തുറക്കാൻ തുടങ്ങി. പക്ഷെ കണ്ണു തുറക്കുന്ന ഷാങ്ചിക്ക് ചില അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. വെള്ളത്തിനടിയിലെ വായു അവന്റെ മൂക്കിലേക്ക് കയറുന്നു. അവന് വീണ്ടും ബോധം വരുന്നു. അവന്റെ മുന്നിൽ കാണുന്ന കാഴ്ച വിശ്വസിക്കാനാവുന്നില്ല. ഇവരെല്ലാവരും ദൈവത്തിനെ പോലെ ആരാധിക്കുന്ന ദ ഗ്രേറ്റ് പ്രൊട്ടക്ടർ എന്ന് പറയുന്ന ഡ്രാഗൺ കാലാകാലങ്ങൾക്ക് മുൻപ് വന്നതുപോലെ ഇപ്പൊ വീണ്ടും ഇവരുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നിരിക്കുവാണ്. അത് ഷാങ്ചിയെ തിരിച്ചറിഞ്ഞു. അമ്മ പറഞ്ഞതുപോലെ ഷാങ്ചിയുടെ മേലെന്നും അമ്മയുടെയും ദ ഗ്രേറ്റ് പ്രൊട്ടക്ടർ എന്ന ഡ്രാഗണിന്റെയും സംരക്ഷണമുണ്ട്. എല്ലാവരും നോക്കി നിൽക്കെ ഡ്രാഗണിന്റെ പുറത്തിരുന്ന് ഷാങ്ചി അങ്ങോട്ട് വെള്ളത്തിൽ നിന്ന് മുകളിലേക്ക് വരുവാണ്. വന്ന ഉടനെ തന്നെ ഡ്രാഗൺ ഇഷ്ടം പോലെ പിശാചുകളെ പിടിച്ച് തിന്നാൻ തുടങ്ങി. ഡ്രാഗൺ സ്കെയിൽസ് കൊണ്ടുള്ള അമ്പുകളായതുകൊണ്ട് അത് ഏറ്റ ഉടനെ കുറെ പിശാചുക്കൾ അപ്പൊ തന്നെ കത്തി പോകുന്നുണ്ട്. എന്നാലും പിശാചുക്കളുടെ എണ്ണം കൂടുതലാണ്. അവിടെ ഇങ്നാനും ഷിയാലിങ്ങും ബാക്കിയുള്ള എല്ലാവരും അതിന്റെ കൂടെ ടെൻഡ്രിങ്സിലെ ആളുകളും ഒറ്റക്കെട്ടായിട്ട് ഈ പിശാചുകളെ തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഷിയാലിംഗ് ഷാങ്ചിയോട് പെട്ടെന്ന് അച്ഛനെ പോയി തടയാൻ പറയുന്നു, അല്ലെങ്കിൽ ഡ്വെല്ലർ പുറത്തേക്ക് വരും. ഷാങ്ചി ഡ്രാഗണിന്റെ പുറത്ത് കയറി നേരെ അച്ഛന്റെ മുന്നിലേക്ക് ചെന്ന് ചാടി ഇറങ്ങുവാണ്. ഡ്രാഗൺ പിന്നെ അവിടുന്ന് പോയി. ഒരുപക്ഷെ ഡ്രാഗൺ പിശാചുക്കളെ തിന്നുകൊണ്ടിരിക്കാവും. എന്നാലും ഷാങ്ചി ജീവനോട് വന്നപ്പോ വെൻവു വീണ്ടും അവന്റെ നേരെ തിരിഞ്ഞു. അച്ഛൻ, ഞങ്ങൾ പറയുന്നത് മനസ്സിലാക്ക്. ഈ ഗേറ്റിന്റെ അപ്പുറത്ത് അമ്മയില്ല, അതാണ് സത്യം. ഷാങ്ചി, നിനക്ക് അത്യാവശ്യത്തിലധികം ട്രെയിനിങ് ഞാൻ തന്നിരിക്കുന്നു. പക്ഷെ അതിനർത്ഥം നിനക്ക് എന്നെ തടയാൻ സാധിക്കുമെന്നല്ല. എന്റെ വഴിയിൽ നിന്ന് മാറുന്നതാണ് നല്ലത്. ഇല്ല, ഞാൻ ഫൈറ്റ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. നിങ്ങളുടെ മോനല്ല ഞാനും. ആ വാശി എനിക്കുണ്ട്. പക്ഷെ ഷാങ്ചിയുടെ കയ്യിൽ 10 റിങ്സ് ഇല്ല. വെൻവുവിന്റെ കയ്യിൽ 10 റിങ്സ് ഉണ്ട്. അങ്ങനെ അവർ തമ്മിൽ അവിടെ വെച്ചൊരു ഫൈറ്റ് നടക്കുകയാണ്. ഇപ്പൊ ഷാങ്ചി ഫൈറ്റ് ചെയ്യുന്നത് അവന്റെ അമ്മ അവന് പണ്ട് പഠിപ്പിച്ചു കൊടുത്ത പല ടെക്നിക്കുകൾ ഉപയോഗിച്ചാണ്. പണ്ട് ഇംഗ്ലി എങ്ങനെയാണോ വെൻവുവിനെ കീഴ്പ്പെടുത്തിയത് അതേപോലെയുള്ള പല മൂവുകളും ഷാങ്ചിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് കാണുമ്പോൾ വെൻവുവിനും ഇംഗ്ലിയെ ഓർമ്മ വരുന്നുണ്ട്. എന്നാലും അയാളുടെ മനസ്സിൽ എങ്ങനെയെങ്കിലും ഈ ഗേറ്റ് പൊട്ടിച്ച് തന്റെ ഭാര്യയെ പുറത്തിറക്കണമെന്ന് മാത്രമാണ്.
ഷാങ്ചിയും വെൻവുവും ഫൈറ്റ് ചെയ്യുന്നതിനിടയ്ക്ക് വെൻവു തന്റെ 5 റിങ്സ് ഷാങ്ചി അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അവന്റെ അടുത്തേക്ക് വിടുന്നുണ്ട്. പക്ഷെ പെട്ടെന്നാണ് അത് സംഭവിച്ചത്. പണ്ട് എങ്ങനെയാണോ ഇംഗ്ലി വെൻവുവിന്റെ കയ്യിലെ 10 റിങ്സിനെ അവളുടെ കൺട്രോളിലാക്കിയത്, അതുപോലെ ഷാങ്ചിക്കും 5 റിങ്സിനെ അവന്റെ കൺട്രോളിലാക്കാൻ സാധിച്ചു. വെൻവു ഞെട്ടിപ്പോയി. ഇതെങ്ങനെ സംഭവിച്ചു? സത്യാവസ്ഥയിൽ പണ്ട് മുതലേ തന്നെ ഷാങ്ചിയുടെ അമ്മാവനെ ഒരുപാട് ആയോധന വിദ്യകൾ പഠിപ്പിച്ചിരുന്നു. അതിൽ ചിലത് കാണിച്ചപ്പോഴാണ് ഷാങ്ചിയെ കൊണ്ട് ഇത് സാധിച്ചത്. പണ്ട് വെൻവുവിന്റെ റിങ്സ് ഇംഗ്ലിയുടെ കൺട്രോളിലായപ്പോ അതിന്റെ കളർ മാറി ഓറഞ്ച് ആയതുപോലെ ഇന്ന് ഷാങ്ചിയുടെ കൺട്രോളിലാവുമ്പോഴും റിങ്സിന്റെ കളർ നീലയിൽ നിന്ന് ഓറഞ്ച് ആവുന്നുണ്ട്. ഷാങ്ചിയുടെ ഉദ്ദേശം ഒരിക്കലും ആരെയും കൊല്ലണമെന്നല്ല. വെൻവുവിന് കൊല്ലാൻ മടിയുമില്ല. മനസ്സിലായ ഉദ്ദേശങ്ങൾ കാരണമായിരിക്കണം ഈ കളർ മാറ്റം. എന്തായാലും അവർ രണ്ടുപേരും 5 റിങ്സ് ഉപയോഗിച്ച് പരസ്പരം ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു ഘട്ടത്തിൽ വെൻവു തന്റെ കയ്യിൽ അടുത്ത 5 റിങ്സ് ഉപയോഗിച്ച് ഷാങ്ചി അറ്റാക്ക് ചെയ്യുവാണ്. ഷാങ്ചി കുറച്ച് ദൂരേക്ക് തെറിച്ചുപോയി. പക്ഷേ പിന്നെ ഷാങ്ചി തിരിച്ചു വരുന്നത് ആ 10 റിങ്സിനെയും കൺട്രോൾ ചെയ്തുകൊണ്ടാണ്. വെൻവുവിന് ഇപ്പൊ 10 റിങ്സ് ഇല്ല. അത് മുഴുവൻ ഷാങ്ചിയുടെ കൺട്രോളായി മാറി. ഈ സമയത്ത് ഡ്രാഗണിന്റെ മുഖത്ത് പിശാചുക്കൾ വന്ന് കൂടാൻ തുടങ്ങി. ഡ്രാഗണിന് കണ്ണു തുറക്കാൻ പറ്റാത്ത പോലെ കണ്ണിന്റെ മുകളിലും പിശാചുക്കൾ വന്നിരിക്കുന്നു. ഇത് കാണുന്ന ഷിയാലിംഗ് ഡ്രാഗണിനെ സഹായിക്കാൻ ശ്രമിക്കുകയാണ്. അവളുടെ കയ്യിലുള്ള ആയുധം വെച്ച് കുറച്ച് പിശാചുക്കൾ അവൾ കൊന്നു. സോ ഷിയാലിംഗും ഡ്രാഗണിന്റെ കണ്ണിൽ പെട്ടു എന്ന് പറഞ്ഞാൽ ഡ്രാഗണിന്റെ ഒരു അനുഗ്രഹം അവർക്ക് എന്തായാലും ഉണ്ടാവും. ഈ സമയത്താണ് വളരെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നത്. ഒരു ഓസ്കാർ കിട്ടാനിരുന്ന ആക്ടറായിട്ടും നമ്മുടെ പാവൻ ട്രെവർ യുദ്ധത്തിനിടയ്ക്ക് താഴെ മരിച്ചു വീണ് കിടക്കുകയാണ്. മോറിസിന് ട്രെവറിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. മോറിസ് ട്രെവറിന്റെ അടുത്ത് വന്ന് ഭയങ്കര വിഷമത്തോടെ കരയുന്നുണ്ട്. പക്ഷെ പെട്ടെന്നാണ് അത് സംഭവിച്ചത്. എന്റെ പൊന്നു മോറിസ് ഒന്ന് കരയാതെ അടങ്ങിയിരിക്കുക. ഞാൻ ചത്തിട്ടൊന്നുമില്ല. ഞാൻ എന്റെ ആക്ടിംഗ് സ്കിൽസ് പുറത്തെടുത്തതാ. ഞാൻ ചത്ത പോലെ അഭിനയിച്ചു കിടക്കുകയാണെങ്കിൽ ആരും വന്ന് നമ്മളെ പിന്നെയും കൊല്ലില്ലല്ലോ. എന്തായാലും ഫൈറ്റ് ചെയ്യാനുള്ള ആരോഗ്യമൊന്നും നമുക്ക് രണ്ടുപേർക്കും ഇല്ലല്ലോ. അതുകൊണ്ട് മര്യാദയ്ക്ക് എന്റെ പോലെ ചത്ത പോലെ അഭിനയിച്ചു കിടന്നോ. അതാ നല്ലത്. ഫൈറ്റ് ഒക്കെ കഴിയുമ്പോൾ നമുക്ക് എന്നിട്ട് പോവാം. അപ്പൊ അതായിരുന്നു ട്രെവറിന്റെ പ്ലാൻ. അങ്ങനെ ട്രെവർ പറഞ്ഞതുപോലെ മോറിസും ചത്ത പോലെ അവിടെ കിടക്കുവാണ്. ആക്ച്വലി ജീവൻ രക്ഷിക്കാൻ അതൊരു നല്ല പ്ലാനാണ്. ഇപ്പൊ ഷാങ്ചി ആ 10 റിങ്സിന്റെയും പവർ ഒരു ചെറിയ ഗോളമായി ഒതുക്കുകയാണ്. എന്നിട്ട് അതിനെ വെൻവുവിന്റെ നേരെ പ്രയോഗിക്കാൻ ഒരുങ്ങുവാണ്. ഇങ്ങനെ ചെയ്താൽ പിന്നെ വെൻവുവിന് രക്ഷപ്പെടാൻ പറ്റില്ല. വെൻവു എപ്പോഴും ഫൈറ്റ് ചെയ്യാൻ റെഡിയായി തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ഷാങ്ചിയുടെ ഉദ്ദേശം ഒരാളെ കൊല്ലണമെന്നല്ല. അവന് വേണമെങ്കിൽ ഇപ്പൊ അച്ഛനെ കൊല്ലാം. പക്ഷെ ഷാങ്ചി അത് ചെയ്യുന്നില്ല. ഷാങ്ചി ആ റിങ്സ് തിരിച്ച് വെൻവുവിന്റെ അടുത്തേക്ക് ഇട്ടുകൊടുക്കുകയാണ്, ഒരു ഭിക്ഷ പോലെ. പണ്ട് ഇംഗ്ലിയും ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. വെൻവുവിന് ശരിക്കും വിഷമമാവാൻ തുടങ്ങി. ഷാങ്ചി, ഞാൻ നിങ്ങളുടെ അമ്മയെ രക്ഷിക്കാനാ നോക്കുന്നേ. നീ എന്തിനാ എന്നെ തടയുന്നത്? നമ്മൾക്ക് അവളെ തിരിച്ചു കൊണ്ടുവരണ്ടേ? ഒരു കുടുംബമായിട്ട് ജീവിക്കണ്ടേ? എന്നെ അവൾ വിളിക്കുന്നുണ്ട്, അവളെ രക്ഷിക്കാൻ പറയുന്നുണ്ട്. അച്ഛൻ അത് സത്യമായിരുന്നെങ്കിലെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. അമ്മ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിലെന്ന് അച്ഛനെ പോലെ എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷെ അച്ഛൻ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഇതൊന്നും സത്യമല്ല. ഡ്വെല്ലർ എന്ന് പറയുന്ന ഒരു മോൺസ്റ്ററാണ് അച്ഛനോട് അമ്മയുടെ ശബ്ദത്തിൽ സംസാരിക്കുന്നത്. അതിന് പുറത്തു വരാൻ വേണ്ടി മാത്രം ഇത് അച്ഛൻ മനസ്സിലാക്കുന്നില്ല. ഞങ്ങൾക്ക് അച്ഛനെ തിരിച്ചു വേണം. ഇതെല്ലാം മതിയാക്കി അച്ഛൻ ഞങ്ങളുടെ കൂടെ വരണം. ഞങ്ങൾക്ക് അച്ഛന്റെ സ്നേഹം കിട്ടിയിട്ടില്ല. ഈ ഒരു നിമിഷത്തിൽ ഒരുപക്ഷെ വെൻവുവിന്റെ മനസ്സ് മാറി. പക്ഷെ അതിനധിക നേരം ആയുസ് ഉണ്ടായിരുന്നില്ല. ഇത്രയും നേരം വെൻവു ഇടിച്ചിടിയിൽ ആ ഗേറ്റ് ഏറെക്കുറെ തകരാറായി. അതിന്റെ കൂട്ടത്തിൽ പിശാചുകൾ കൊണ്ടുകൊടുത്ത ആത്മാക്കൾ ഭക്ഷിച്ച് ഡ്വെല്ലർ ഇൻ ഡാർക്ക്നെസ് ഒരുപാട് പവർഫുൾ ആയി മാറുകയും ചെയ്തു. അവസാനത്തെ ഒരു വട്ടം കൂടി ഇംഗ്ലിയുടെ ശബ്ദത്തിൽ രക്ഷിക്കൂ എന്ന് കരഞ്ഞുകൊണ്ട് ഡ്വെല്ലർ ഇൻ ഡാർക്ക്നെസ് ആ ഗേറ്റ് പൊളിച്ച് പുറത്തേക്ക് വരുവാണ്. അപ്പോഴാണ് വെൻവുവിന് മനസ്സിലാവുന്നത് ഇവർ പറയുന്നത് ശരിയായിരുന്നു. ഇത്രയും നാൾ ഇംഗ്ലിയുടെ ശബ്ദത്തിലൂടെ തന്റെ തലയിൽ സംസാരിച്ചുകൊണ്ടിരുന്നത് ഡ്വെല്ലർ എന്ന് പറയുന്ന ഈ രാക്ഷസനായിരുന്നു. പുറത്തേക്ക് വന്ന ആ രാക്ഷസനെ കണ്ട് എല്ലാവരും ഞെട്ടിപ്പോയി. ഇനി അവർക്ക് രക്ഷപ്പെടാൻ പറ്റുമോന്ന് ഒരു ഉറപ്പ് പോലുമില്ല. ഡ്വെല്ലർ പുറത്തു വന്ന ഉടനെ കാണുന്നത് ഷാങ്ചിയാണ്. അത് ഷാങ്ചിയുടെ നേരെ പാഞ്ഞെടുത്തു. പക്ഷെ അപ്പോഴേക്കും വെൻവു 10 റിങ്സ് കയ്യിലിട്ട് ഷാങ്ചി അവിടെ നിന്ന് മാറ്റുവാണ്. ഷാങ്ചിയെ രക്ഷിച്ചെങ്കിലും വെൻവുവിന് രക്ഷപ്പെടാൻ സാധിച്ചില്ല. ഡ്വെല്ലർ വെൻവുവിന്റെ മേൽ പിടിമുറുക്കുവാണ്. അതിന്റെ നീരാളി കൈകൾ പോലെയുള്ള കൈകൾ വെച്ച് അത് വെൻവുവിനെ വരിഞ്ഞു മുറുക്കി. എന്നിട്ടുടനെ വെൻവുവിന്റെ ആത്മാവിനെ അത് ഭക്ഷിക്കാൻ തുടങ്ങി. അതിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വെൻവുവിന് പറ്റുന്നില്ല. ഒരുപക്ഷെ വെൻവുവിന്റെ കയ്യിൽ 10 റിങ്സ് ഉള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആത്മാവിനെ ഭക്ഷിക്കാൻ ഡ്വെല്ലറിന് ഇത്രയും സമയം എടുക്കുന്നത്. തന്നെ വേണം ഏകദേശം ഉറപ്പായെന്ന് വെൻവുവിന് മനസ്സിലായി. അത് മാത്രമല്ല ഷാങ്ചി പറഞ്ഞിരുന്നത് ശരിയാണെന്ന് അദ്ദേഹത്തിന് അപ്പോഴാണ് മനസ്സിലാവുന്നത്. ടാലോയിലുള്ളവർ ഇംഗ്ലിയെ തടഞ്ഞു വെച്ചിട്ടില്ല. ഇംഗ്ലി മരിച്ചിരിക്കുന്നു. അവൾ ഇനി തിരിച്ചു വരില്ല. തന്നെ തെറ്റിദ്ധരിപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇപ്പൊ തന്റെ ആത്മാവിനെ തിന്നുകൊണ്ടിരിക്കുന്ന ഡ്വെല്ലർ എന്ന് പറയുന്ന രാക്ഷസനാണ്. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് പഴയ ഓർമ്മകൾ തിരിച്ചു വരുവാണ്. ഒരുപാട് കാലത്തിന് ശേഷം വീണ്ടും ഷാങ്ചിയെ കണ്ടത്, ഷാങ്ചിയെ ആ മിഷന് വേണ്ടി അയച്ച കാര്യങ്ങൾ, ഷാങ്ചി കുട്ടിയായിരുന്നപ്പോഴത്തെ വളരെ നല്ല ഓർമ്മകൾ. എന്തായാലും വെൻവു ഒരു കാര്യം തീരുമാനിച്ചു. തനിക്ക് ശേഷം 10 റിങ്സിന്റെ അവകാശിയാവേണ്ടത് തന്റെ മകൻ ഷാങ്ചി തന്നെയാണ്. ഒരിക്കൽ വെൻവു പറഞ്ഞതുപോലെ ഷാങ്ചി അതിന് അർഹനാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു. അവന്റെ ശക്തി കൊണ്ട് മാത്രമല്ല അവന്റെ മനസ്സുകൊണ്ടും അവൻ ഇതിന് അർഹനാണ്. അവൻ അവന്റെ അമ്മയെ പോലെ തന്നെയാണ്. അതാണ് വെൻവു അവനി കണ്ട ഏറ്റവും വലിയ അർഹത. ഒരു നിമിഷം കൊണ്ട് വെൻവു അവന്റെ കയ്യിലെ 10 റിങ്സും ഷാങ്ചിയുടെ കയ്യിലേക്ക് മാറ്റുവാണ്. അതേ നിമിഷം തന്നെ ഡ്വെല്ലർ വെൻവുവിന്റെ ആത്മാവിനെ മുഴുവനായിട്ട് തിന്നു കഴിഞ്ഞിരിക്കുന്നു. ജീവനറ്റ ശരീരമായി വെൻവു താഴെ മരിച്ചു വീണു. ഷാങ്ചി ഓടി വന്ന അച്ഛന് ജീവനുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യത്തിൽ വെൻവു ഒരു വില്ലൻ തന്നെയാണ്. 10 റിങ്സിനെ കയ്യിൽ കിട്ടിയിട്ട് അദ്ദേഹം അധികാരം കൈയടക്കാനാണ് എന്നും ആഗ്രഹിച്ചത്. 1000 വർഷങ്ങൾക്കധികം അദ്ദേഹം ജീവിച്ചു. അന്നൊക്കെ അദ്ദേഹം അധികാരത്തിന്റെ പിന്നാലെയായിരുന്നു. പക്ഷെ പിന്നീട് ഇംഗ്ലിയുടെ പ്രണയം അദ്ദേഹത്തെ മാറ്റിമറിച്ചു. സമാധാനത്തോടെയുള്ള
പോലെയുള്ള ഒരു ജീവിതം വെൻവു ആഗ്രഹിച്ചു. പക്ഷെ അത് വെൻവുവിന് കിട്ടിയില്ല. പണ്ട് ചെയ്ത പാപങ്ങളുടെ ഫലമായിട്ട് വെൻവു ഏറ്റവും സ്നേഹിച്ചിരുന്ന ഇംഗ്ലി കൊല്ലപ്പെടുകയാണ്. പിന്നീട് അതിന് പ്രതികാരം ചോദിക്കാനും വീണ്ടും ലോകം കീഴടക്കാനുമായിരുന്നു വെൻവുവിന്റെ ആഗ്രഹം. മക്കൾ തന്റെ കൂടെ വേണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. പക്ഷെ അത് നടന്നില്ല. അവസാനം വെൻവു തോറ്റുപോകുന്നത് പോലും അദ്ദേഹത്തിന്റെ പ്രണയത്തിന് വേണ്ടിയാണ്. തന്റെ ഭാര്യ ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്നും അവളെ രക്ഷിക്കാൻ പറ്റുമെന്നും തെറ്റിദ്ധരിച്ചാണ് വെൻവു ഇങ്ങോട്ട് വന്നതും ഇത്രയും കാര്യങ്ങൾ ചെയ്തതും. അദ്ദേഹം ഒരു വില്ലനാണ്. പക്ഷെ എന്തോ ഒരു കാരണം കൊണ്ട് വെൻവുവിനെ വെറുക്കാൻ സാധിക്കുന്നില്ല. വാനിലെങ്കിലും ദൂരെ ദൂരെ മാഞ്ഞുവെങ്കിലും മഴയായി വീണ്ടും പെയ്തിറങ്ങുമേ. ഉലകിതിനോടും പൊരുതിടും ഇനി ഞാൻ നിന്നെ നേടാനഴകേ. ഇവളിനി നിന്നിൽ കലരുകയായി ഒരു നദിയായി നാം ഒഴുകാം. വിഴിയിൽ നീയേ വെൻവുവിന്റെ ആത്മാവെടുത്ത ശേഷം ഡ്വെല്ലർ നേരെ തിരിയുന്നത് അവിടെ നിൽക്കുന്ന ഷാങ്ചിയുടെ മേലേക്കാണ്. ഷാങ്ചി അതിനെ അറ്റാക്ക് ചെയ്യാൻ റെഡിയായി. ഡ്വെല്ലർ അവന്റെ നേരേക്ക് കുതിച്ചപ്പോഴേക്കും നമ്മുടെ ഡ്രാഗൺ വന്ന് ഡ്വെല്ലറിനെ ദൂരേക്ക് ഇടിച്ചു മാറ്റുവാണ്. ഡ്രാഗണിനെ കൺട്രോൾ ചെയ്ത് അതിന്റെ മുകളിലിരിക്കുന്നത് മറ്റാരുമല്ല, ഷാങ്ചിയുടെ അനിയത്തിയായിട്ടുള്ള ഷിയാലിംഗ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡ്രാഗണിന്റെ കണ്ണ് അവളുടെ മേലും പതിഞ്ഞിരിക്കുന്നു. അങ്ങനെ ആർക്കെങ്കിലും കയറി ഡ്രാഗണിനെ കൺട്രോൾ ചെയ്യാനൊന്നും പറ്റില്ല. അതിനാൽ ഡ്രാഗണും കൂടി സമ്മതിക്കണം. ഡ്വെല്ലറും ഡ്രാഗണും തമ്മിൽ ചെറിയൊരു ഫൈറ്റ് നടന്നു. പക്ഷെ ഡ്വെല്ലർ അപ്പോഴേക്ക് എസ്കേപ്പ് ആയി ഗ്രാമത്തിലേക്ക് പോകാൻ ശ്രമിക്കുവാണ്. ഗ്രാമത്തിൽ ചെല്ലുകയാണെങ്കിൽ അവിടുത്തെ ആളുകളുടെയൊക്കെ ആത്മാവിനെ ഡ്വെല്ലറിന് ഭക്ഷിക്കാൻ പറ്റും. അങ്ങനെ കൂടുതൽ കൂടുതൽ ശക്തനായി മാറി ദ ഗ്രേറ്റ് പ്രൊട്ടക്ടർ ഡ്രാഗണിനെ തോൽപ്പിക്കാനും പറ്റും. അപ്പോൾ ഗ്രാമത്തിൽ ചെല്ലുന്നതിന് മുന്നേ എങ്ങനെയെങ്കിലും ഡ്രാഗണിന് തടഞ്ഞു പറ്റും. ഷിയാലിംഗ് ഡ്രാഗണിനെ താഴേക്ക് കൊണ്ടുവരുന്നു. ഷാങ്ചി 10 റിങ്സും കൂടി യൂസ് ചെയ്ത് അതിന്റെ മുകളിലേക്ക് ചാടിക്കയറുവാണ്. എന്നിട്ട് ആങ്ങളെയും പെങ്ങളും കൂടി ഡ്രാഗണിന്റെ മുകളിലിരുന്ന് ഡ്വെല്ലറിനെ തോൽപ്പിക്കാൻ വേണ്ടി അതിനെ ചേസ് ചെയ്യുവാണ്. ഇതിന്റെ ഇടയ്ക്ക് അച്ഛൻ മരിച്ചു കിടക്കുന്നത് ഷിയാലിംഗ് കാണുന്നുണ്ട്. അവൾക്ക് തീർച്ചയായിട്ടും വിഷമമുണ്ടെങ്കിലും അത് അവൾ പുറത്ത് കാണിക്കുന്നില്ല. ഇപ്പൊ അവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി അവർക്കിനി അവര് മാത്രമേ ഉള്ളൂന്ന്. അമ്മയും അച്ഛനും അവരെ വിട്ടു പോയി കഴിഞ്ഞു. അച്ഛൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾക്ക് വേണ്ടി അമ്മ മരിച്ചു, അമ്മയ്ക്ക് വേണ്ടി അച്ഛനും മരിച്ചു. ഇതിന്റെ ഇടയ്ക്ക് നഷ്ടപ്പെട്ടത് ഇവരുടെ കുട്ടിക്കാലമാണ്. ഇപ്പൊ ഗ്രാമത്തിലുള്ളവരൊക്കെ ഡ്വെല്ലർ വരുന്ന കണ്ട് പേടിച്ച് നിൽക്കുവാണ്. ഈ സമയത്ത് ഷാങ്ചിയും ഷിയാലും കൂടി ഡ്രാഗണിന്റെ പുറത്ത് കയറി വെള്ളത്തിൽ കൂടെ സൂപ്പർ സ്പീഡിൽ അങ്ങോട്ട് വന്ന് ഡ്വെല്ലർ ഗ്രാമത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ അതിനെ അറ്റാക്ക് ചെയ്യുവാണ്. ഡ്രാഗണിന് വെള്ളത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ വെള്ളം വെച്ചൊരു ചുഴി പോലെ ഉണ്ടാക്കി ഡ്രാഗൺ ഡ്വെല്ലറിനെ അതിന്റെ ഉള്ളിൽ തളച്ചിടുവാണ്. ആ ജീവിയെ ഡ്രാഗൺ ചുറ്റിക്കൊണ്ടേയിരുന്നു. ഡ്വെല്ലറിന് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാര്യങ്ങൾ ഏകദേശം ശരിയായിട്ട് വരുമെന്ന് കണ്ടു തുടങ്ങിയപ്പോഴേക്കും ഡ്വെല്ലറിന്റെ സ്വന്തം പിശാചുക്കൾ, അവർക്ക് കിട്ടിയ ആളുകളുടെ ആത്മാക്കൾ ഡ്വെല്ലറിന്റെ വായിലേക്ക് കൊണ്ട് ഇട്ടു കൊടുക്കുകയാണ്. ആ ആത്മാക്കളെ ഭക്ഷിച്ചു കഴിഞ്ഞതും ഡ്വെല്ലറിന്റെ പവർ ഒരുപാടധികം വർദ്ധിച്ചു. ഇപ്പൊ ഡ്രാഗണിന് ഡ്വെല്ലറിനെ പിടിച്ചു നിർത്താൻ സാധിക്കുന്നില്ല. ചുറ്റുമുള്ള വെള്ളം ചിതറിത്തെറിപ്പിച്ച് ഡ്വെല്ലർ പുറത്തേക്ക് ചാടി. ഇപ്പൊ ഡ്വെല്ലർ ആക്രമിക്കുന്നത് ദ ഗ്രേറ്റ് പ്രൊട്ടക്ടർ എന്ന് പറയുന്ന ഡ്രാഗണിന് തന്നെയാണ്. ആത്മാക്കൾ ഭക്ഷിച്ച് ഒരുപാട് ശക്തി കൂടിയ ഡ്വെല്ലറിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഡ്രാഗണിന് പറ്റുന്നില്ല. ഷാങ്ചിയും ഷിയാലും കൂടി ഡ്രാഗണിന്റെ വാലിന്റെ ഭാഗത്തേക്ക് ഇറങ്ങി വരുവാണ്. ഇനി എന്ത് ചെയ്യുന്നവർക്ക് പിടികിട്ടുന്നില്ല. ഡ്വെല്ലർ ഡ്രാഗണിന്റെ ആത്മാവിനെ ഭക്ഷിക്കാനാണ് ശ്രമിക്കുന്നത്. ഡ്രാഗണിന്റെ വായ പിളർത്തി അതിന്റെ ആത്മാവിനെടുത്ത് തിന്നാനാണ് ഡ്വെല്ലർ നോക്കുന്നത്. അതെങ്ങാനും സംഭവിച്ചു കഴിഞ്ഞാൽ, അതായത് ഡ്രാഗണിന്റെ ആത്മാവ് മറ്റോ ഡ്വെല്ലറിന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ തടയാൻ ആരെ കൊണ്ടും പറ്റില്ല. അതിവിടെയുള്ള എല്ലാവരുടെയും ആത്മാവ് എടുക്കും. അത് കഴിഞ്ഞത് ഭൂമിയിലേക്ക് കടക്കും. പിന്നെ ഭൂമിയിലുള്ള എല്ലാവരുടെയും ആത്മാവിനെടുക്കും. കേറ്റിയുടെ ഗുരു എല്ലാവരോടും ഡ്വെല്ലറിന്റെ കഴുത്തിലേക്ക് ഉന്നമിക്കാൻ പറയുവാണ്. കഴുത്തിൽ മുറിവേൽപ്പിച്ചാലാണ് ഡ്വെല്ലറിനെ തടയാൻ ഏറ്റവും കൂടുതൽ സാധ്യത. അങ്ങനെയാണെങ്കിൽ അതിന് ഡ്രാഗണിന്റെ ആത്മാവിനെ പെട്ടെന്ന് ഭക്ഷിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ അപ്പോഴേക്കും ഗ്വാങ്ബോ പൂപ്പിനെ ഒരു പിശാച്
പിശാജ് വന്ന് പിടിച്ച് മുകളിലേക്ക് ഉയർത്തി അദ്ദേഹത്തിന്റെ ആത്മാവിനെ ഭക്ഷിക്കുവാണ്. അങ്ങനെ ഗുരു ജീവനറ്റ് നിലത്ത് വീണു. കേറ്റിക്ക് ഭയങ്കര വിഷമമായി. അവൾക്ക് ദേഷ്യവും വന്നു. എന്തൊക്കെ പറഞ്ഞാലും തന്നെ അമ്പും വില്ലും പഠിപ്പിച്ച ആദ്യ ഗുരുവാണ് അവിടെ മരിച്ചു കിടക്കുന്നത്. ഇതിന് പകരം വീട്ടിയെ പറ്റുമെന്ന് കേറ്റി വിചാരിക്കുന്നു. ഡ്വെല്ലർ ഡ്രാഗന്റെ ബാക്കിയുള്ള ആത്മാവ് കൂടി വലിച്ചെടുത്തുകൊണ്ടിരിക്കുവാണ്. ആത്മാവ് ഇങ്ങനെ പുറത്തേക്ക് പോകുന്നത് ഷാങ്ചിക്കും ഷിയാലിങ്ങിനും ഡ്രാഗന്റെ പുറത്തിരുന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഈ സമയത്ത് ഡ്വെല്ലർ അതിന്റെ നീരാളിക്കൈ ഉപയോഗിച്ച് ഷിയാലിങ്ങിനെ പിടിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുവാണ്. പക്ഷെ ഷാങ്ചി അവളെ വിട്ടുകൊടുക്കുന്നില്ല. ഷാങ്ചി അവളുടെ കയ്യിൽ ബലമായിട്ട് പിടിച്ചിരിക്കുന്നു. എന്നിട്ടും പറ്റാതെയായപ്പോ അവന്റെ ഒരു കയ്യിലെ 5 റിങ്സിൽ നിന്ന് 2 ഷിയാലിങ്ങിന്റെ കയ്യിലേക്ക് മാറ്റി കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് പിടിക്കുവാണ്. പക്ഷെ എത്ര നേരം ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഡ്വെല്ലർ ഒരുപാട് ശക്തനാണ്. ഷിയാലിങ്ങിന് തോന്നി ഇനി ഇത് ശരിയാവില്ലെന്ന്. ഒരുപക്ഷെ തന്റെ മരണവും അടുത്തായെന്ന് അവൾക്ക് മനസ്സിലായി. വേണ്ട ഷാങ്ചി, എന്നെ വിട്ടേക്ക്. അവസാനമായിട്ട് ചേട്ടനെ കാണാൻ സാധിച്ചില്ല, എനിക്ക് സന്തോഷമുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് പോകാൻ സമയമായി. എന്നെ വിട്ട രാക്ഷസനോട് ഫൈറ്റ് ചെയ്യ്. ഇല്ല ഷിയാലിങ്, ഞാൻ നിന്നെ വിട്ടുകൊടുക്കില്ല, ആർക്കും വിട്ടുകൊടുക്കില്ല. ഒരു തവണ ഞാൻ തിരിച്ചു വരാന്ന് പറഞ്ഞ് നിന്നെ ഒറ്റയ്ക്കാക്കി പോയി. പക്ഷെ ഇനി അതുണ്ടാവില്ല. നീ എന്റെ അനിയത്തിയല്ലേ, മരിക്കുന്നെങ്കിൽ ഒരുമിച്ച്. ഇങ്ങനെ പറഞ്ഞ അവർ രണ്ടുപേരും നിൽക്കുവാണ്. ഷാങ്ചി അവന്റെ കുഞ്ഞു പെങ്ങളെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു അമ്പ് ചീറിപ്പാഞ്ഞു വന്ന് ഡ്വെല്ലറിന്റെ കഴുത്ത് തുളച്ചിട്ട് പോകുന്നത്. അത് വേറെ ആരും ആയിരുന്നില്ല, നമ്മളുടെ കേറ്റി ആയിരുന്നു. കേറ്റി എന്നാ സുമ്മാവാ. അവളുടെ ഗുരുവിന്റെ ആത്മാവ് എടുത്തതിന് അവള് നല്ല പണി തന്നെ ഡ്വെല്ലറിന് കൊടുക്കുവാണ്. ആക്ച്വലി കേറ്റി വളരെ കഴിവുള്ള ഒരു ഗേളാണ്. അവൾക്ക് സ്വയം വിശ്വാസമില്ലാന്ന് മാത്രമേ ഉള്ളൂ. അവൾ ഡ്രൈവിംഗിൽ അടിപൊളിയാണ്. ഇപ്പൊ അമ്പും വില്ലും അവൾ പ്രാക്ടീസ് ചെയ്ത് അവസാനം ഡ്വെല്ലറിന്റെ കഴുത്തിലേക്ക് വരെ അവൾ അമ്പ് ചെയ്ത് കൊള്ളിച്ചിരിക്കുവാണ്. ഇത് വിശ്വസിക്കാൻ കേറ്റിക്ക് പോലും പറ്റുന്നില്ല. ഒരു നിമിഷം പതറിപ്പോയ ഡ്വെല്ലർ ഡ്രാഗന്റെ മേൽ നിന്ന് പിടിവിടുവാണ്. ഇപ്പോഴാണ് ഡ്വെല്ലറിനെ തോൽപ്പിക്കാൻ ഏറ്റവും നല്ല സമയം. പിന്നെ അവരാരും സമയം പാഴാക്കിയില്ല. ഡ്രാഗൺ ഡ്വെല്ലറിനെ വീണ്ടും വെള്ളത്തിന്റെ ഒരു ചുഴിയുടെ ഉള്ളിലാക്കി ഷാങ്ചി ഷിയാലിങ്ങിനോട് തൽക്കാലം ദൂരേക്ക് മാറി നിൽക്കാൻ പറയുവാണ്. ഷിയാലിങ് അവളുടെ ആയുധങ്ങൾ കൊണ്ട് ഡ്വെല്ലറിന്റെ നീരാളി കൈകൾ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. ഷാങ്ചി ഈ സമയത്ത് ഡ്രാഗന്റെ മുകളിൽ നിന്ന് ഡ്വെല്ലറിന്റെ മേലേക്ക് ഓടിക്കയറി. എന്നിട്ട് 10 റിങ്സ് ഡ്വെല്ലറിന്റെ മേലേക്ക് ആഞ്ഞിടിപ്പിച്ച് ഷാങ്ചി നേരെ മുകളിലേക്ക് ചാടുവാണ്. അവൻ ഒരുപാട് മുകളിലെത്തി. ഇപ്പൊ ആ 10 റിങ്സും ഡ്വെല്ലറിന്റെ ഉള്ളിലാണ്. ഷാങ്ചി മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നതിന് മുന്നേ ആ റിങ്സിനെ ഡ്വെല്ലറിന്റെ ഉള്ളിൽ വെച്ച് കറക്കുവാണ്. അത് കൂടുതൽ ചാർജ് ആവാൻ തുടങ്ങി. അങ്ങനെ നന്നായിട്ട് ചാർജ് ആയി കഴിഞ്ഞപ്പോ ഷാങ്ചി അവന്റെ കൈകൾ ചലിപ്പിക്കുന്നു. അതോടെ ആ 10 റിങ്സും ഡ്വെല്ലറിനെ ചിതറി തെറിപ്പിച്ച് 10 സൈഡിലേക്കും തെറിക്കുവാണ്. അങ്ങനെ ഡ്വെല്ലറിന്റെ കഥ അവസാനിച്ചു. ഇപ്പൊ താഴേക്ക് വീഴുന്ന ഷാങ്ചിയെ ഡ്രാഗന്റെ പുറത്തു വരുന്ന ഷിയാലിങ് നേരെ വന്ന് രക്ഷിക്കുന്നു. ഷാങ്ചി 10 റിങ്സും അവന്റെ കൈകളിലേക്ക് തിരിച്ചെടുത്തു. ഇപ്പൊ ഷാങ്ചി ഷിയാലിങ്ങും തിരിച്ച് ഗ്രാമത്തിലേക്ക് എത്തി. അവിടെ ഒരുപാട് പേർ മരിച്ചു കിടക്കുകയാണ്. ടാലോയിലെ ഗ്രാമത്തിലുള്ളവരും 10 റിങ്സിലുള്ളവരും 2 കൂട്ടരും ജീവനറ്റ് കിടക്കുന്നുണ്ട്. ഇത് കണ്ട് ഷാങ്ചിക്ക് ഭയങ്കര വിഷമമായി. പക്ഷെ കേറ്റി ജീവനോടെ ഉള്ളതുകൊണ്ട് അവൻ ആശ്വാസമായി. അവൻ ഓടിച്ചെന്ന് അവന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കെട്ടിപ്പിടിക്കുവാണ്. എന്തായാലും നാനിന് അവരെ 2 പേരെ ഓർത്ത് ഒരുപാട് അഭിമാനം തോന്നി. കാലാകാലങ്ങളായിട്ട് ഇവർ പുറത്തു വരാതെ സൂക്ഷിച്ചിരുന്ന ഡ്വെല്ലറിനെ ഇന്ന് കൊന്നുകളയാൻ സഹായിച്ചിരിക്കുന്നത് അവളുടെ സഹോദരിയുടെ 2 മക്കളാണ്. അന്ന് രാത്രി ഇന്നത്തെ യുദ്ധത്തിൽ ജീവൻ വെടിഞ്ഞ എല്ലാവർക്കും വേണ്ടി അവിടെയുള്ളവർ വിളക്കുകൾ കത്തിച്ച് ആദരിക്കുവാണ്. മരിച്ചുപോയ എല്ലാവരെയും അവർ ഓർക്കുന്നു. നമ്മൾക്ക് വേണ്ടി മരിച്ചവരെ നമ്മൾ ഒരിക്കലും മറക്കില്ലെന്ന് അവരെല്ലാവരും സത്യം ചെയ്യുന്നു. ഷാങ്ചിയും ഷിയാലിങ്ങും അവരുടെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയാണ് ആ വിളക്കുകൾ നദിയിൽ ഒഴുക്കുന്നത്. അച്ഛനെയും അമ്മയും കാണുന്നില്ലെങ്കിലും അവരെവിടെയെങ്കിലും ഉണ്ടെന്നുള്ളത് ഒരാശ്വാസമാണ്. പക്ഷെ അച്ഛനും അമ്മയും ലോകത്തില്ല എന്ന് പറയുന്നത് എന്തൊക്കെ പറഞ്ഞാലും താങ്ങാനാവില്ല. അമ്മ മരിച്ചുപോയെങ്കിലും അച്ഛന്റെ സ്നേഹത്തിനു വേണ്ടി ഇവർ 2 പേരും ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ഇനി അത് നടക്കില്ല. 2 പേരും അവരെ വിട്ടുപോയി. ഈ സമയത്ത് അവരുടെ ഗ്രേറ്റ് പ്രൊട്ടക്ടർ ആയിട്ടുള്ള ഡ്രാഗണും തൽക്കാലത്തേക്ക് അവരോട് വിട പറഞ്ഞ് ദൂരേക്ക് മായുകയാണ്. സീൻ ചേഞ്ച് ആവുന്നു. ഇപ്പൊ ഷാങ്ചിയും കേറ്റിയും തിരിച്ച് അമേരിക്കയിലേക്ക് എത്തി. അവർ ഈ കഥയൊക്കെ മറ്റേ പണ്ടത്തെ 2 കൂട്ടുകാരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നത്തെയും പോലെ ഇതൊരു തള്ളുകഥ മാത്രമാണെന്നാണ് ആ ഫ്രണ്ട്സ് വിചാരിക്കുന്നത്. എടി, ഞാൻ പറഞ്ഞത് നീ വിശ്വസിക്കില്ല. ഞാൻ ഈ രാക്ഷസനെ അമ്പ് ചെയ്ത് കൊള്ളിച്ചു എന്ന് പറഞ്ഞില്ലേ, അതിന്റെ തൊട്ട് തലേദിവസം ഞാൻ അമ്പ് ചെയ്യാൻ പഠിച്ച്. എന്നിട്ട് നെക്സ്റ്റ് ഡേ തന്നെ ഞാൻ അത്രയും നന്നായിട്ട് അമ്പ് വിട്ടു. എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റില്ല. എന്നിട്ട് ഞങ്ങളൊക്കെ കൂടി ആത്മാക്കളെ വിഴുങ്ങുന്ന പിശാചുക്കളെ കൊന്നു കളഞ്ഞു. അതെ, കേറ്റി അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഞങ്ങളൊക്കെ പെട്ടേനെ. ആ സമയത്ത് ഞാനും എന്റെ അനിയത്തിയും കൂടി ആ വലിയ ഡ്രാഗണിന്റെ പുറത്ത് കയറി ആ രാക്ഷസനെ കൊല്ലാൻ നോക്കുമായിരുന്നു. എന്തായാലും ഡ്വെല്ലറിന്റെ പോലെ വൃത്തികെട്ട ഒരു ജീവിയെ ഞാൻ വേറെ കണ്ടിട്ടേ ഇല്ല. അല്ല പിന്നെ അതിന് ഞങ്ങളുടെ ഡ്രാഗണിന്റെ ആത്മാവ് തന്നെ വേണോത്രേ. ഞങ്ങൾ സമ്മതിക്കുവോ? എന്റെ കയ്യിൽ അവസാനത്തെ ഒരു അമ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എന്റെ അമ്മയെ മനസ്സിൽ ധ്യാനിച്ചു. പിന്നെ എന്റെ പ്രിയപ്പെട്ട ഗുരുവിനെ ഞാൻ മനസ്സിൽ ധ്യാനിച്ചു. അങ്ങനെ ഞാൻ അമ്പ് വിട്ടത്. ആ സമയത്ത് ഷാങ്ചി അവന്റെ 10 റിങ്സ് എടുത്ത് കറക്കിയിട്ട് ഡ്വെല്ലറിന്റെ വയറിലിട്ട് പൊട്ടിച്ചു. അതോ മറ്റോ ചത്തില്ലെങ്കിൽ അത് ഭൂമിയിലേക്ക് വന്ന് നിങ്ങളുടെ അടുക്ക ആത്മാവ് എടുത്തേനെ. പിന്നെ അന്ന് കുറെ നല്ല ആളുകളെ ഞങ്ങൾക്ക് നഷ്ടമായി. എന്നാൽ അവസാനം നമ്മൾ ജയിച്ചു. കഴിഞ്ഞ നിങ്ങളുടെ ഇന്നത്തെ തള്ളു. നീ എന്താ ഞങ്ങളെ കളിയാക്കാണോ? എടി, നീ എന്താ പറയുന്ന തള്ളോ? ഇതൊക്കെ ശരിക്കും നടന്നതാ. നീ ഒന്ന് വിശ്വസിക്കേ. ഓക്കെ, എന്നാ ഇതിന് ഉത്തരം പറ. ഇത്രയും നാൾ നിനക്കില്ലാത്ത അനിയത്തി പെട്ടെന്ന് എവിടെ നിന്നു? അവളിപ്പോ എവിടെ? എന്റെ അനിയത്തി ഷിയാലിങ് ഇപ്പോ എന്റെ അച്ഛനുണ്ടാക്കി 10 റിങ്സിന്റെ മെയിൻ കേന്ദ്രത്തിലേക്ക് പോയിരിക്കുക. അതൊക്കെ നിർത്തി എല്ലാം അവസാനിപ്പിക്കാൻ വേണ്ടി. 1000 വർഷമായിട്ട് ഷാങ്ചിയുടെ അച്ഛനായിരുന്നു 10 റിങ്സിന്റെ ബോസ്. പക്ഷെ ഇനി 10 റിങ്സ് ഉണ്ടാവില്ല. ഷിയാലിങ് അത് അവസാനിപ്പിക്കും. ഗൈസ്, നിങ്ങൾ പറയുന്നത് നിങ്ങൾ തന്നെ ഒന്ന് കേട്ടു നോക്ക്. 2 ആഴ്ച മുന്നേ വരെ കാർ പാർക്ക് ചെയ്ത് നടന്നിരുന്നവരാ ഇപ്പൊ നിങ്ങൾ ലോകം രക്ഷിച്ചു എന്നാണ് പറയുന്നത്. അതും ആത്മാവിന് വിഴുങ്ങുന്ന പിശാചുക്കളിൽ നിന്ന്. ഇതൊക്കെ ഞാൻ വിശ്വസിക്കണോ?
എനിക്കെന്താ വട്ട? അതെ അതെ, നാന്നാ പൊട്ടനാ, ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ ലാസ്റ്റ് കണ്ടപ്പോൾ നിങ്ങൾ ഉപദേശിച്ചത് നിങ്ങൾക്ക് ഇഷ്ടായില്ല അല്ലെ? അതിന്റെ പകരം വീട്ടുന്നാണോ? നീ എന്തൊക്കെ പറഞ്ഞാൽ ഇതൊന്നും ഞങ്ങൾ വിശ്വസിക്കില്ല മക്കളെ. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. എല്ലാ ദിവസവും അവള് വന്നിരുന്ന് തള്ളും. ഒന്ന് പോ കയറ്റി അവിടുന്ന്. കൂട്ടുകാരി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് പിന്നില് ഒരു തിളക്കം പോലെ കാണുന്നത്. പതുക്കെ പതുക്കെ അതൊരു പോർട്ടലായി മാറി. ഡോക്ടർ സ്ട്രേഞ്ച് ഒക്കെ സ്ലിംഗ് റിങ്സ് ഉപയോഗിച്ച് തുറക്കാറുള്ള അതേ പോർട്ടൽ. അപ്പോ ആരായിരിക്കും അതിന്റെ ഉള്ളിൽ നിന്ന് വരുന്നത്? അത് നമ്മളുടെ വോങ് ആണ്. ഷാങ്ചി, അങ്ങനെ പേരുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഹായ് സാർ, ഞാനാണ് ഷാങ്ചി. ഓക്കെ ഷാങ്ചി, മാറി രണ്ടുപേരും. എന്റെ പേരാണ് വോങ്. പിന്നെ സാർ, സാറിന് എനിക്കറിയാം, ഞാൻ ഭയങ്കര ഫാനാ. ഓക്കെ ഓക്കെ, ആ 10 റിങ്സും കയ്യിലുണ്ടോ? ഇതെങ്ങനെ ഇങ്ങേർക്ക് മനസ്സിലായി? ആ 10 റിങ്സ് എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. ആ വെരി ഗുഡ്. അപ്പൊ ഇപ്പൊ തന്നെ വാ, നമുക്ക് കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അല്ല ഇതേത് ബ്രാൻഡ്? ഹോ, കുമ്പു അടിപ്പോയി, വെള്ളം ചേർത്ത് അടിക്കടി. ഞാനും വരണോ ഷാങ്ചി? പിന്നെ നീ വരാതെ? നീ എന്തായാലും വരണം, നിന്നെയും കൊണ്ടേ ഞാൻ പോകും. അപ്പൊ നമുക്ക് പോയാലോ? അപ്പൊ ഗൈസ്, ഇപ്പൊ നിങ്ങൾക്ക് വിശ്വാസമായി കാണല്ലോ ഞങ്ങൾ പറഞ്ഞതിൽ കുറച്ചൊക്കെ ശരിയുണ്ടെന്ന്. കുഴപ്പമില്ല, കൺഫ്യൂഷൻ ഉണ്ടാവും. ഞങ്ങൾ ഇവിടെ പോയി തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് എല്ലാം ശരിക്കും ഒന്നും കൂടി പറഞ്ഞുതരാം. പക്ഷെ ഇനി തള്ളാണെന്ന് പറയരുത്. പിന്നെ ബില്ലിന്റെ കാശ് ഈ വട്ടം ഞാൻ കൊടുക്കാം. അങ്ങനെ പറഞ്ഞ് ഷാങ്ചിയും കേറ്റിയും കൂടി വോങ്ങിന്റെ കൂടെ പോർട്ടലിൽ കയറി ലോകം രക്ഷിക്കാനുള്ള യാത്രയിലേക്ക്, ഒരുപക്ഷെ ഒരു അവെഞ്ചറായി പുതിയൊരു ലോകത്തേക്ക് കടക്കുവാണ് ഷാങ്ചി ആൻഡ് ദി ലെജൻഡ് ഓഫ് 10 റിങ്സ്. ഇത് കണ്ട് കൂട്ടുകാരനും കൂട്ടുകാരിയും അന്തം വിട്ടിരിക്കുവാണ്. ഇങ്ങനെയാണ് ഈ മരണമാ സിനിമ അവസാനിക്കുന്ന. ഇതിന്റെ അവസാനം പേരെഴുതി കാണിക്കുമ്പോൾ കാണിച്ചിരിക്കുന്ന അനിമേഷൻ പോലും എന്തൊരു അടിപൊളിയാണെന്നറിയോ? ഓ ബട്ട് വെയിറ്റ്, സിനിമ തീർന്നിട്ടില്ല. വോങ് എന്തിനെ ഇവർ വിളിച്ചോണ്ട് പോയെന്ന് അറിയണ്ടേ? വോങ് കമൽ താജിലേക്കാണ് ഇവർ രണ്ടുപേരെയും കൊണ്ടുപോകുന്നത്. ഷാങ്ചി 10 റിങ്സ് വോങ്ങിന്റെ കയ്യിൽ കൊടുക്കുന്നു. വോങ് അതിനെ അദ്ദേഹത്തിന്റെ രീതിയിൽ ഒന്ന് സ്റ്റഡി ചെയ്യുവാണ്. ഈ 10 റിങ്സിന്റെ സ്ട്രക്ചർ, എന്തുകൊണ്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്, എങ്ങനെയാണ് ഇതിന് ആ പവർ വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വോങ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഒരു റിങ്ങിനെ എടുത്ത് അതിന്റെ ഹോളോഗ്രാം പോലെയുള്ള ഒരു രൂപം വലുതാക്കി കാണിക്കുന്നുണ്ട്. പക്ഷെ എത്ര നോക്കിയിട്ടും ഇതെന്താണ് സംഭവം എന്ന് അവർക്ക് പിടികിട്ടുന്നില്ല. ഷാങ്ചി ഇത് ആദ്യമായിട്ട് യൂസ് ചെയ്ത സമയത്ത് വോങ്ങിനത് കമർതാജിലിരുന്ന് ഫീൽ ചെയ്യാൻ സാധിച്ചു. അങ്ങനെയാണ് വോങ് ഷാങ്ചിയെ തേടിയെത്തുന്നത്. ഈ കമർതാജിലുള്ള പുസ്തകങ്ങളിൽ ഏറെക്കുറെ പ്രപഞ്ചത്തെ കണ്ടുവരുന്ന എല്ലാത്തരം മാജിക്കുകളെ പറ്റിയും ഇങ്ങനെയുള്ള അത്ഭുത വസ്തുക്കളെ പറ്റിയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ 10 റിങ്സിനെ പറ്റി കമർതാജിലുള്ള ഒറ്റ ബുക്കിലും പറയുന്നില്ല. ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കാൻ വേണ്ടിയും അഭിപ്രായങ്ങൾ ചോദിക്കാൻ വേണ്ടിയും വോങ് രണ്ടുപേരെയും കൂടി വിളിച്ചിട്ടുണ്ട്. അവർ നേരിട്ട് വന്നിട്ടില്ല, പക്ഷെ ഒരു ഹോളോഗ്രാം ആയിട്ടാണ് വന്നിരിക്കുന്നത്. കണ്ടു പരിചയമുള്ള 2 മുഖങ്ങൾ, ഒന്ന് നമ്മളുടെ പ്രൊഫസർ ബ്രൂസ് ബാനറും പിന്നെ ക്യാപ്റ്റൻ മാർവലും. വോങ് തീർച്ചയായിട്ടും ഇത് വൈബ്രേനിയം അല്ല. പിന്നെ 2012 ചിത്തോരി ആർമി ലോക്കിയുടെ കൂടെ ഭൂമിയിലേക്ക് വന്നപ്പോ അവര് കൂടെ കൊണ്ടുവന്ന വല്ല ടെക്നോളജി ആയിരിക്കും. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, പ്രപഞ്ചത്തിന്റെ ഒരുപാട് കോണുകളിലേക്ക് ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതുപോലൊരു ടെക്നോളജി ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതെന്താന്ന് എനിക്കും മനസ്സിലാവുന്നില്ല. പുറത്തെവിടെയും ഞാൻ ഇതുപോലെ ഒന്നും കണ്ടിട്ടേ ഇല്ല. ഷാങ്ചി, നിനക്ക് ഇത് തരുന്നതിന് മുന്നേ ഇത് അച്ഛന്റെ കയ്യിൽ എത്ര കാലം ഉണ്ടായിരുന്നു? അങ്ങനെ ചോദിച്ചാൽ ഏകദേശം ഒരു 1000 വർഷം. പക്ഷെ ഞാൻ ഇതിനെ പരിശോധിക്കുമ്പോൾ ഇതിന് 1000 വർഷമൊന്നുമല്ല, അതിനേക്കാൾ ഒരുപാട് കാലം പഴക്കമുണ്ടെന്നാണ് കാണിക്കുന്നത്. അത് മാത്രമല്ല ഷാങ്ചി, ഈ വളയങ്ങൾ, ഈ 10 റിങ്സ് ആർക്കോ വേണ്ടി ഒരു മെസ്സേജ് അയക്കുന്നുണ്ട്, ഒരു സിഗ്നൽ. അത് ആർക്കായിരിക്കും അതെനിക്കും അറിയില്ല ഷാങ്ചി. പക്ഷെ ഇതിന്റെ പിന്നിൽ എന്തോ ഒന്നുണ്ട്. സോറി ഗൈസ്, ഞാൻ കുറച്ച് ബിസിയാ. ഞാനൊരു നമ്പർ ബ്രൂസിന് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ബ്രൂസിനോട് ചോദിച്ചാൽ മതി എന്റെ നമ്പർ. അപ്പൊ ശരി. അങ്ങനെ പറഞ്ഞ് ക്യാപ്റ്റൻ മാർവൽ പോവാണ്. ഗൈസ്, അവള് വെറുതെ പറഞ്ഞതാ. എന്റെ കയ്യിൽ അവളുടെ നമ്പർ ഒന്നുമില്ല. ഇവള് സ്ഥിരം എങ്ങനെ ചെയ്യുന്നതാ. അവെഞ്ചേഴ്സിനോട് പറയാതെ ഒറ്റപ്പോക്ക് അങ്ങോട്ട് പോകും. പിന്നെ എപ്പോഴും വരാന്ന് പോലും അറിയില്ല. എനിവേ, ഈ 10 റിങ്സ് കയ്യിലിരിക്കുന്നത് ശരി. ഇത് വെച്ച് അപകടമൊന്നും ഉണ്ടാക്കി വെക്കല്ലേ. അല്ലാതെ തന്നെ ഇഷ്ടം പോലെ പണിയുണ്ട്. എനിവേ, വെൽക്കം ടു ദ സർക്കസ്. ലോകത്തെ രക്ഷിക്കാനുള്ള നിങ്ങളുടെ യാത്ര ഇവിടെ തുടങ്ങുവാണ്. ഓൾ ദി ബെസ്റ്റ്. അങ്ങനെ പറഞ്ഞ് ബ്രൂസ് ബാനറും പോവാണ്. കുട്ടികളെ, ഞാൻ പറയുന്നുണ്ടെന്ന് തോന്നരുത്. ഇനിയുള്ള നിങ്ങളുടെ ജീവിതം പഴയതുപോലെ ആയിരിക്കില്ല. ഒരുപാട് പുതിയ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്കുണ്ടാവും. ഇനിയൊരു തിരിച്ചുപോക്കില്ല. ഇത് ഒറ്റയടിക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അളക്കാനാവാത്ത ശക്തിയാണ് ഷാങ്ചിയുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. എന്തായാലും നിങ്ങൾക്കിപ്പോ ഒരു വിശ്രമം ആവശ്യമാണ്. അതുകൊണ്ട് പോയി വിശ്രമിച്ചോളൂ. ഓക്കെ വാ, എന്തായാലും നമ്മൾക്കിപ്പോ ഒരു വിശ്രമം ആവശ്യമാണ്. അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ വേറൊരു ഐഡിയ ഉണ്ട്. വരുന്നോ ഞങ്ങളുടെ കൂടെ? എങ്ങോട്ടാന്ന് മനസ്സിലായില്ലെങ്കിലും വോങ് അത് സമ്മതിച്ചു. പിന്നെ നമ്മൾ അവരെ കാണുന്നത് ഷാങ്ചിയും കേറ്റിയും പോയി പാട്ട് പാടാറുള്ള ആ ക്ലബിലാണ്. ഈ പ്രാവശ്യം അവര് വോങ്ങിനെയും കൂടെ കൊണ്ടുവന്നു. അങ്ങനെ ഒരു 3 പേരും 2 സ്മോളൊക്കെ അടിച്ച് അവിടെ ഇരുന്ന് ചില്ലാവാൻ തുടങ്ങി. ഷാങ്ചിയും കേറ്റിയും അവർക്ക് ഇഷ്ടമുള്ള പാട്ടാണ് പാടുന്നത്. പക്ഷെ വോങ് പാടാൻ തുടങ്ങിയപ്പോ അങ്ങേർക്ക് ഇഷ്ടമുള്ള ഒരു വെറൈറ്റി പാട്ടാണ് പാടുന്നത്. അങ്ങനെ അവർ 3 പേരും അന്ന് അവിടെ അടിച്ച് പൊളിക്കുവാണ്. അങ്ങനെ നമ്മൾക്ക് പുതിയൊരു ഹീറോയെ കിട്ടിയിരിക്കുവാണ്, ഷാങ്ചി. പക്ഷേ ഒരു കാര്യം കൂടി പറയാൻ മറന്നുപോയി. നമ്മുടെ ഷാങ്ചിയുടെ അനിയത്തി ഷിയാലിംഗ് 10 റിങ്സ് അവസാനിപ്പിക്കാൻ വേണ്ടി പോയല്ലോ. എന്നിട്ട് എന്ത് സംഭവിച്ചു? അവളിപ്പോ പഴയ ഓർമ്മകളിൽ അവളുടെ റൂമിൽ ഇരിക്കുവാണ്. അമ്മയുടെ ഫോട്ടോ നോക്കി അവൾ വിഷമിക്കുന്നുണ്ട്. ഈ സമയത്താണ് റേസർ ഫിസ്റ്റ് അങ്ങോട്ട് വരുന്നത്. അവൻ വന്ന് ഷിയാലിങ്ങിനോട് എല്ലാവരും കാത്തിരിക്കുന്നുണ്ടെന്ന് പറയുന്നു. ചിലപ്പോ എല്ലാം അവസാനിപ്പിക്കാൻ പോവാണെന്ന് ഷിയാലിംഗ് എല്ലാവരോടും പറയാൻ പോവായിരിക്കും. അങ്ങനെ അവൾ അങ്ങോട്ട് നടന്നു ചെന്നു. അവൾ ഒരു അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ അവൾ നടന്നു വന്ന് നേരെ കയറി വെൻവു ഇരിക്കാറുള്ള, അതായത് അവളുടെ അച്ഛൻ ഇരിക്കാറുള്ള 10 റിങ്സിന്റെ സിംഹാസനത്തിൽ കയറി ഇരിക്കുവാണ്. എന്നിട്ട് നമുക്ക് ഒരുപാട് പണിയുണ്ടെന്ന് അടുത്ത് നിൽക്കുന്ന അയൺ ഫിസ്റ്റിനോടും അവളുടെ കൂടെ വന്ന മച്ചാനോടും പറയുവാണ്. പിന്നെയാണ് മനസ്സിലാവുന്നത് 10 റിങ്സ് അവസാനിപ്പിക്കാനല്ല ഷിയാലിംഗ് പോയത്, 10 റിങ്സിനെ കൂടുതൽ ശക്തിയോടെ തിരിച്ചു കൊണ്ടുവരാനാണ്. വെൻവു ഒരിക്കലും ഒരു പെൺകുട്ടി ആയതുകൊണ്ട് ഷിയാലിങ്ങിനെ ട്രെയിൻ ചെയ്തിട്ടില്ല. അവൾക്ക് അധികാരം കൊടുത്തിട്ടില്ല. അവൾ പുറത്തുപോയി സ്വന്തമായി
സ്വന്തമായിട്ടൊരു സാമ്രാജ്യം ഉണ്ടാക്കി. അച്ഛന് ശേഷം 10 റിങ്സ് അവൾ സ്വയം ഏറ്റെടുത്തിരിക്കുന്നു. അവളുടെ ചൊൽപ്പടിക്ക് നിൽക്കാൻ 10 റിങ്സിന്റെ സേനയുണ്ട്. ഇപ്പൊ അവൾ 10 റിങ്സിൽ കുറെ മാറ്റങ്ങൾ വരുത്തി. അതിപ്പോ പണ്ടത്തെ പോലെയല്ല. ഇവിടെ ഈക്വാലിറ്റി ഉണ്ട്. ആണുങ്ങളും പെണ്ണുങ്ങളും ഇവിടെ ഒരുപോലെയാണ് ട്രെയിൻ ചെയ്യുന്നത്. ഇത് ഷിയാലിംഗ് ഇവിടെ കൊണ്ടുവന്ന ആദ്യത്തെ മാറ്റമാണ്. അങ്ങനെ 10 റിങ്സ് ഇപ്പോ ഷിയാലിംഗിന്റെ കൈക്കുള്ളിലാണ്. 10 റിങ്സിനെ അവസാനിപ്പിക്കാൻ പോയവൾ അതിന്റെ തലപ്പത്ത് കയറിയിരുന്നു. ഇതാണ് വിധി. അതാർക്കും പ്രവചിക്കാൻ പറ്റില്ല. ഇങ്ങനെയാണ് ഈ സിനിമ ശരിക്കും അവസാനിക്കുന്നത്. സത്യം പറയാലോ, ഒരു കിണ്ണം കാച്ചി അടിപൊളി സിനിമ. വേറെ ഒന്നും പറയാനില്ല. ഇത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ ഈ പ്രത്യേകം ചോദിക്കുന്നില്ല. ഷാങ്ചി ഇഷ്ടപ്പെടാത്തവരുണ്ടാവില്ല. ഈ സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ പിന്നെ ഏത് സിനിമയാണ് ഇഷ്ടപ്പെടാൻ പോകുന്നത്? സ്റ്റോറിയിലോ ഡയറക്ഷനിലോ VFXിലോ ആക്ടിങ്ങിലോ അല്ലെങ്കിൽ ഏത് സൈഡ് എടുത്ത് നോക്കിയാലും ഒരു നെഗറ്റീവ് പോലും എനിക്ക് തോന്നുന്നില്ല. സാധാരണ പെട്ടെന്ന് ഒരു ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾക്കത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റാറില്ല. ഇവനെപ്പോ ഇവിടുന്ന് കയറി വന്ന് അങ്ങനെയായിരിക്കും നമ്മൾ വിചാരിക്കുക. പക്ഷെ ഷാങ്ചിയുടെ കാര്യത്തിൽ എനിക്ക് ഒരിക്കലും അങ്ങനെ തോന്നുന്നില്ല. നാളെ ഷാങ്ചി പ്രധാനപ്പെട്ട ഒരു യുദ്ധത്തിൽ കയറി നിന്ന് ഫൈറ്റ് ചെയ്താലും എനിക്കൊരു പ്രശ്നവും തോന്നില്ല. കാരണം ഷാങ്ചി എന്തോ നമ്മൾക്ക് വളരെ ഇഷ്ടം തോന്നുന്ന ഒരു ക്യാരക്ടറാണ്. ഷാങ്ചി മാത്രമല്ല, ഷിയാലിംഗും കേറ്റിയും ഒക്കെ. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുണ്ട് ഈ സിനിമയിൽ, വെൻവു. ഭയങ്കര ഹൈറ്റോ 6 പാക്കോ ഒന്നുമില്ല. പക്ഷെ അങ്ങയുടെ ഒരു എക്സ്പ്രഷൻസ്, അങ്ങയുടെ ആറ്റിറ്റ്യൂഡ്, ആ ഒരു നടത്തം ഉണ്ടല്ലോ, അത് വേറെ ലെവല് തന്നെയാ. എന്തോ ഒരു പ്രത്യേകത ഉണ്ട് ആൾക്ക്. എന്തിനാ വെൻവുവിന് ഈ സിനിമയെ കൊന്നുകളഞ്ഞെന്ന് അറിയില്ല. പക്ഷെ കഥയ്ക്കത് അത്യാവശ്യമായിരുന്നു. പിന്നെ ഇതിൽ അയൺ ഗാങ് എന്ന് പറയുന്ന ഒരു ഗാങ്ങിനെ കണ്ടല്ലോ. ഇതിപ്പോ അയൺ എന്ന് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര പേരുകളായി മാറുമല്ലോ. നമ്മുടെ അയൺമാൻ, അയൺ ഫിസ്റ്റ് എന്ന് പറയുന്ന ഒരു സീരീസ് വന്നു. അയൺ ഹാർട്ട് എന്ന് പറയുന്ന ഒരു സീരീസ് ഇറങ്ങി. അയൺ പാട്രിയറ്റ്, അയൺ മോങ്കർ, അയൺ സ്പൈഡർ, അയൺ ലീജിയൻ, അങ്ങനെ എത്ര പേരുകളാണ് അയൺ വെച്ച് തുടങ്ങുന്നത്. ആ കൂട്ടത്തിലേക്ക് ഒരെണ്ണം കൂടി, അയൺ ഗാങ്. അപ്പൊ നിങ്ങളിന്ന് കമന്റ് ചെയ്യേണ്ടത് ഈ സിനിമയെ പറ്റി നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളാണ്. അതെന്തു ആവാം, നിങ്ങളുടെ അഭിപ്രായമാണ് ചോദിക്കുന്നത്. പിന്നെ എന്നെ കുറെ നാളായിട്ട് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഒരു പ്രത്യേക ഹീറോയുടെ സിനിമ ചെയ്യാൻ പോകുന്നതിന് മുന്നേ കറക്റ്റ് ആയിട്ട് മഴയും കാറ്റും വന്ന് കറണ്ട് പോവും, കൂടെ ഒടുക്കത്തെ ഇടിമിന്നലും. ചരിത്രം വീണ്ടും ആവർത്തിച്ചു. ഞാൻ അടുത്തതായിട്ട് ഒരു സിനിമ ചെയ്യാൻ തീരുമാനിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും ദേ മഴയും കാറ്റും ഇടിമിന്നലും വന്ന് ആകെ പ്രശ്നത്തിലായി. ആ സിനിമ പെട്ടെന്ന് ചെയ്യാൻ പ്രകൃതി തന്നെ സൂചിപ്പിക്കുന്നതാണോ ഇത്? അറിയില്ല. എന്തായാലും അടുത്ത സിനിമ ഏതാണെന്ന് മനസ്സിലായെങ്കിൽ അതിവിടെ കമന്റ് ചെയ്തിട്ട് പോവാ. കമന്റ് കൂടുന്തോറും വീഡിയോക്ക് സ്പീഡ് കൂടിയെന്ന് വരും. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ വൺസ് അഗൈൻ ഇറ്റ്സ് മീ അമിത് സൈനിങ് ഔട്ട്.